നമ്മുടെ ഒക്ടോബർ മാസം മുതൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാം വർഷമായ ഈ വർഷം 2024 എല്ലാ ദിവസവും 5:30 അച്ഛൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അന്നന്ന് വേണ്ട നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുള്ള നിയോഗങ്ങൾ, നിങ്ങൾ പോകുന്ന വഴികൾ, സഞ്ചരിക്കുന്ന വഴികൾ, ഇടപെടുന്ന വ്യക്തികൾ, ഫോൺ ചെയ്യുന്ന വ്യക്തികൾ, നേടേണ്ട കാര്യങ്ങൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, ആശുപത്രി, വിദ്യാഭ്യാസം, ജോലി, അതുപോലെ തന്നെ ഗവൺമെൻറ് അഫയേഴ്സ്, അങ്ങനെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ആദ്യമേ പ്രഭാതത്തിൽ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം തരും. അതിനാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്ന് പറയണത്. അത് എല്ലാവരും 5:30 എഴുന്നേറ്റ് അത് കൂടണം. അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അത് മറ്റുള്ളവരോട് അത് പറയുകയും ചെയ്യണം. 5:30 രണ്ടാമത്തെ അറിയിപ്പ്, ഈ ഉടമ്പടി ധ്യാനവും കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഷെയർ ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുരിതങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കൃപാസനത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ശുശ്രൂഷകൾ, അതായത് 89 അച്ഛനെ കാണാൻ വരുന്നവർക്ക് ഇന്നത്തെ പോലെ ഒരു ടോക്കൺ കൊടുക്കുമായിരുന്നു. ഇന്ന് ആ ടോക്കണിൽ നിങ്ങളുടെ വിഷയവും ഒക്കെ എഴുതിയാൽ തരണത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് കിട്ടുന്ന ടോക്കണിൽ പല 107 സങ്കീർത്തനം എഴുതിയിട്ടുണ്ടാവും. 87, 88, 90 കൊടുക്കുന്ന ടോക്കണിൽ 2 Corinthians 1:4 എഴുതിയിട്ടുണ്ടാവും. ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് എനിക്ക് ഈ അഭിഷേകം തന്നപ്പോൾ 87 തന്നതാണ്. അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ റാലിയുമായി നമ്മൾ മാരാരിക്കുളം കടപ്പുറത്ത് എത്തിയപ്പോൾ ഞാൻ ആൾക്കാരെ നോക്കിയപ്പോൾ ഞാൻ ആപ്പാടെ വല്ലാത്തൊരു വിസ്മയത്തിലായി. കാര്യം ഞാൻ ആ പ്രദേശത്തായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ജോലി ചെയ്തത്. കടലിലുള്ള ആൾക്കാരെയൊക്കെ വള്ളമെല്ലാം വെഞ്ചരിക്കും. 1000 വള്ളങ്ങൾ കടലിലുണ്ടാകും. അവരെല്ലാം ഒരുമിച്ച് കൂട്ടണം കൺവെൻഷന് വേണ്ടി. ആ വെഞ്ചരിപ്പ് കഴിയുമ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം കടപ്പുറത്ത് നിൽക്കും. എന്നിട്ട് ഞാൻ കടപ്പുറത്ത് വന്ന് കടലോരത്ത് വന്ന് കൺവെൻഷൻ നടത്തും. അപ്പോൾ 10,000 തൊട്ട് 1.5 ലക്ഷം വരെയുള്ള ആൾക്കാർ ഓരോ ദിവസവും 5 ദിവസത്തെ കൺവെൻഷന് കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഞാൻ 2000 ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അതിൻ്റെ ടൈം കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈശോ തന്നതാണ്, നീ ഇവിടെ അന്ന് 17 സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇവിടെ 8 കാറ്റാടി കമ്പ് വാങ്ങിച്ചിട്ട് 2 ടർപ്പോളം ഇട്ട് തുടങ്ങിയതാണ് ഇവിടെ ചെറിയൊരു ശുശ്രൂഷ 2000. എന്നിട്ട് 2024 ആയപ്പോൾ തന്നെ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചു. അതാണ് എൻ്റെ ഒരു ബലം. ഞാനിവിടെ വന്ന് തുടങ്ങുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പും ഇല്ല. നമ്മുടെ ശുശ്രൂഷകരെല്ലാം കടലോരത്തുള്ളവരാണ് അന്നുണ്ടായിരുന്നത്. അവർക്കിവിടെ ബസ് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. തുമ്പോളി വന്നതിന് ശേഷം, തുമ്പോളി എന്ന് പറഞ്ഞ് 4 കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട്. അവിടെ വന്നതിന് ശേഷം കിഴക്ക് വന്ന് പിന്നെ തുമ്പോളി എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട് നാഷണൽ ഹൈവേയിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം ബസ്സിന് വരണമെങ്കിൽ 3 വണ്ടി കയറണം. അപ്പോൾ അവരാരും ഇവിടെ വരത്തില്ല. പിന്നെ വരണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വരണം, നേരെ വരാം. ഓട്ടോറിക്ഷയ്ക്ക് 4 കിലോമീറ്റർ 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വരാം. അപ്പോൾ പാവപ്പെട്ടവരാരും ഓട്ടോറിക്ഷയ്ക്കൊന്നും അങ്ങനെ
വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പിന്നെ ദൈവം പക്ഷേ സ്ഥലം തന്നത് ഇവിടെയാണ്, നമുക്കിവിടെ ആളുമില്ല, ഇവിടെ ക്രിസ്ത്യാനികൾ കുറവാണ്. ഒരു പള്ളിയുണ്ട് ഇവിടെ അടുത്ത്, 120 വീട്ടുകാരേ ഉള്ളൂ, അതും ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ചാർജും ഇല്ല, ഞാൻ ഓരോ പള്ളിയിലിരിക്കുകയാണ് വികാരിയായിട്ട്. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ വരുന്നുണ്ട്, അവരൊക്കെ വരും. പക്ഷേ ഇവിടെ വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല. എന്തിനു വരണം ഇവിടെ? അച്ഛനവിടെ കാണാൻ പറ്റുമല്ല. അന്ന് അച്ഛൻ ഓറിയൻറ്റഡ് ആയിരുന്നു ശുശ്രൂഷകളെല്ലാം. അച്ഛനെ കാണാനാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ കുറച്ചുമ്പോൾ മരിച്ചു പോവില്ല, ആരാരും മരിച്ചു പോവില്ല. അപ്പം ശുശ്രൂഷ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശുശ്രൂഷകളുടെ ആകത്ത് 14 കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൈവം ഒരു സൈൻ ചെയ്ത് കൺകറൻസ് തന്ന് അമ്മ തന്നെ വന്ന് നേരിട്ട് ശുശ്രൂഷ പങ്കെടുത്ത്. അതാണ് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ. എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ പറയത്തില്ല, കാര്യം എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ പുറകിലാണ്. അല്ലല്ലോ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ അമ്മയെ കണ്ടത്. അല്ല, നിങ്ങൾ ജോസഫച്ചനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നും പറയരുത്. എനിക്ക് പ്രത്യക്ഷപ്പെടണമെങ്കിൽ എൻ്റെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെടണ്ടേ. ഇത് സമൂഹ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ ആണ് ആരോ നിൽക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞപ്പോഴാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10:08. എനിക്ക് ആ പ്രത്യക്ഷീകരണത്തിലുള്ള ഭയങ്കരമായ കടുത്ത വിശ്വാസം എന്താണെന്നറിയാവോ? അതായത് നമ്മളൊരു മാതാവിനെ ജപമാലയും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ഉണ്ണീശനെ പിടിച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതാവിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, കളർ പോലും മോശമാണ്, എന്താണ് സിൽവർ ഗ്രേയുടെ കളറാണ്. അപ്പോൾ ഈ കളറിൽ ഇങ്ങനെ സമയ ഘടികാരം ചാർത്തി, അത് ക്ലോക്ക് വിമലഹൃദയമാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. സഭയുടെ ഈ പ്രത്യക്ഷീകരണത്തിന് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ക്ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നിയമം, സഭാ നിയമം അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് അവിടെ വേറെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാനാണ്. വണങ്ങണത് ഇവിടെ വണങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള വിമലഹൃദയത്തിൻ്റെ രൂപമാണ്. പക്ഷേ കൃപാസനം മാതാവിൻ്റെ ആകാര സൗഷ്ഠവത്തിലും നിറത്തിലുമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അമ്മ ഈ ബിംബത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊരു കൺകറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് 2004 അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാര്യം നടന്നായിരുന്നു ഇവിടെ. 2002 ഒരു മനുഷ്യൻ, അപ്പോൾ 2001 ഒരു മാതാവിൻ്റെ ഒരു നൊവേന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വടക്കേപ്പള്ളിയിൽ. അപ്പോൾ അന്ന് അവിടുത്തെ വികാരിയാണ്. അന്ന് 800 വീട്ടുകാരുണ്ട് അവിടെ, വലിയ ഇടവകയിലാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു നേതൃത്വത്തിലേക്ക്. ഇപ്പോൾ അവിടെ 2 അച്ഛന്മാരുണ്ട്. അവിടെ വീണുപോയ ഒരു നൊവേനപ്പാടാണത്. വലിയ നൊവേനൊക്കെ നടന്നിരുന്നൊരു സ്ഥലമാണ് വടക്കിൽ. ഇപ്പോൾ കുറേ പ്രവർത്തകർക്ക് അതിൻ്റെ ഇപ്പോഴും അവിടെ അന്ന് വന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ നൊവേന ഞാൻ 2ാമത് റീസ്റ്റാർട്ട് ചെയ്ത്. മാതാവിൻ്റെ നൊവേന വീണ് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് വീണുപോയത് കൂടാരങ്ങളെ നിവർത്തി നിർത്തണത് കർത്താവിൻ്റെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. അതായത് പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നവനെന്നും മതിലുകൾ പണിയുന്നവനെന്നും നീ അറിയപ്പെടും എന്ന് ഐസയുടെ വചനങ്ങളിലൊക്കെ പലപ്പോഴും എനിക്ക് എൻ്റെ മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ച് വചനമെടുക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നതാണ് നീ എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെ, നമ്മളുടെ നിങ്ങളെ എനിക്ക് നിങ്ങളോട് തരാനുള്ള ഉപദേശം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പല ദുരിതങ്ങളുമായിട്ടിവിടെ വന്നിരിക്കുക അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതമേ മനുഷ്യനേ ഉള്ളു. എന്താണ് ദുരിതം? ദൈവത്തെ ആയിട്ടൊരു ബന്ധമില്ലാത്തതാണ് ദുരിതം. നമ്മുടെ മക്കളില്ല, ജോലിയില്ല, വീട്ടിൽ കലഹമാണ്, ഉടമ്പടി അതിർത്തി ഭാഗോടമ്പടി നടക്കണില്ല, പല ദുരിതങ്ങളാണ്.
ഈ പല പല ദുരിതങ്ങളെ എല്ലാത്തിനും കൂടി ഒറ്റ ദുരിതമേ ഉള്ളൂ മനുഷ്യന്. എന്താ കാര്യം? ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ് ദുരിതം. ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ 1000 ദുരിതം ഒറ്റയടിക്ക് തീരും. അപ്പോൾ ദൈവം എപ്പോഴും ശ്രമിക്കണത് നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ദുരിതം മാറാൻ വേണ്ടിയല്ല, നിങ്ങളുടെ പൊതു ദുരിതമായ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെ ചരട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനാണ്. അങ്ങനെ ദൈവത്തിനുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വന്നാൽ, എൻ്റെ മക്കളെ, ഭയങ്കര രസമാണ് ഈ ജീവിതം. ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എന്ത് വില കൊടുത്തും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ വാഴ വെച്ചു, അത് കൊലക്കണേ കർത്താവെന്നും പറഞ്ഞിട്ടുണ്ട്, 6 മാസം പ്രാർത്ഥിച്ചു, അധികം പ്രാർത്ഥിച്ചു, അത് ഞാൻ തെറ്റ് പറയണില്ല. പക്ഷെ നിങ്ങൾ പ്രേയറിൽ ഇൻറ്റൻഷൻ വെക്കണം. ദൈവം ഉദ്ദേശിക്കണത് ദൈവത്തിന് നമ്മളൊന്ന് കമ്മ്യൂണിക്കബിൾ ആകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്ന് സംഭാഷിക്കാൻ പറ്റിയ ഒരാളായിട്ട് നീ മാറണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കത്തില്ല, സമ്മതിക്കത്തുമില്ല. ഭയങ്കര മൽപ്പിടുത്തവും മർക്കടമുട്ടിയുമാണ് ദൈവമായിട്ട്. ഇപ്പം ഇത് തന്നെ എന്താ സംബന്ധിച്ച പലരും ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയണത്, അവർ വല്ലപാടും 90 ദിവസം ഒന്ന് തികച്ചിട്ട് ആ കാര്യം നടന്നാലും നടന്നില്ലേലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് 40% ആൾക്കാർ ഉടമ്പടി എടുക്കും. അവരുടെ മനസ്സിരിപ്പെന്ന് പറയണത് വല്ലപാടും 90 ദിവസം തേക്കണം, അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ 5:30 എഴുന്നേക്കാൻ ആർക്ക് പറ്റും? അതാണ് വിഷയം. 5:30 എഴുന്നേക്കാൻ ആർക്ക് പറ്റും? അതുകൊണ്ട് വല്ലപാടും 90 ദിവസം ഒന്ന് തേച്ചാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാവില്ല. അതായിരിക്കും മനസ്സിരിക്കണത്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് ഇലക്കുമുള്ളും ദോഷമില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കണം, വല്ല അനുഗ്രഹം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കൊച്ചു മിനിമം പരിപാടിയാണ് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ളത്. ദൈവത്തിനുള്ളത് അതല്ല. ദൈവം പറയണത് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം, നമ്മൾ തമ്മിലൊരു, ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ അറിയണം. ഞങ്ങളെപ്പോലുള്ളവരല്ല അതൊക്കെ പറഞ്ഞു തരേണ്ടത്. ദൈവം ഉദ്ദേശിക്കേണ്ടത് എനിക്ക് ഐ വാണ്ട് കണ്ടിന്യൂ ദിസ് റിലേഷൻ വിത്ത് യു. അതാണ് ദൈവം പറയണത്. എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ, ഈ ബന്ധം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾ പറയും, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് മകളെ കെട്ടിച്ച് കിട്ടിയാൽ മതി എന്ന് പറയും. എൻ്റെ മകനെങ്ങാനും ഒന്ന് കാനഡയിൽ പോയാൽ മതി, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ തമ്മിൽ അധികം അടുക്കാൻ കൊള്ളുകയെന്ന് എനിക്കറിയാമെന്ന് പറയും. ഒരു സ്മോള് പോലും അടിക്കാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെ നിങ്ങളോട് അടിക്കണമെന്നാണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ ദൈവം പറയും, നീ സ്മോളൊക്കെ അടിക്കാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ എന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 10 സ്മോൾ എടുത്തതിൻ്റെ വീര്യം കിട്ടും നിനക്ക്. അതാണ് ദൈവം. അതാണ് കാര്യം. നമുക്ക് ചില ഊന്നുവടികളല്ലേ, ഊന്നുവടി പോയാൽ നമ്മൾ വീഴുമെന്നല്ലേ പറയണത്. അപ്പോൾ കർത്താവ് പറയും, ഇങ്ങനെ വെള്ളം അടിച്ചില്ലെങ്കിലും സിഗരറ്റ് വലിച്ചില്ലെങ്കിലും ഈ ഊന്നുവടിയൊന്നും ഇല്ലെങ്കിലും നിന്നെ നടത്താൻ എനിക്കറിയാം, നിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിലും നിന്നെ നിലനിർത്താൻ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ ആ പരീക്ഷണത്തൊന്നുമില്ല, ഞാനിപ്പോൾ വളരെ ഓക്കെയാണ്, കംഫർട്ടാണ്, ഞാൻ ജസ്റ്റ് മുളക് അടിച്ച് കൂട്ടുകാരെ കണ്ട് മിനിങ്ങി 2 പിക്നിക്കൊക്കെ പോയി 2 സിനിമയൊക്കെ കണ്ട് ഞാൻ ഓക്കെയാണ്, പിന്നെ നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന്, എനിക്ക് വല്ലപാടി ജോലിയൊന്നും കിട്ടി, അത്രയോ എൻ്റെ പ്രശ്നം. അപ്പോൾ അത്രേ എൻ്റെ പ്രശ്നം ഉള്ളതെന്ന് നീ പറയും. എനിക്ക് എങ്ങനെയെങ്കിലും ജോലിയൊന്നും താ എന്നുള്ളതാണ് നിൻ്റെ പ്രശ്നം നീ പറയും. ഇത് പറയുമ്പോൾ ദൈവം ഓക്കെ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ജോലി ഞാൻ തരാം, നീ എങ്ങനെ സന്തോഷം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദൈവം ഒരു സ്നേഹമായത് കാരണം എനിക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം. നല്ല കുറേ 4 വയസ്സ് മുതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും രീതികളും എല്ലാ ഇടപാടുകളും ദൈവം അതായത് അറ്റ കൈയൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ്. നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്ന്, വിശുദ്ധി ഉണ്ടാകണം, കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കണം എന്നുള്ള മിനിമം കാര്യമല്ലാതെ ദൈവം ആരുടെ മേലും വല്ലാത്ത ഒരു ഭാരമൊന്നും ചുമത്തത്തില്ല. പിന്നെ ഭാരം ചുമത്തും, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത്തിരി ഭാരം ചുമത്തും. ഇപ്പോൾ എനിക്ക് കിഡ്നി ഡിസീസാണ്, എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന കാരണം ഞാൻ ഈ സാധനം സുഖപ്പെടാതിരിക്കാൻ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഒക്കെ നിനക്ക് ഡിസീസുണ്ട്, നീ ഇത് വെച്ച് തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത്
എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു വിജയിച്ചത്. എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ദുഃഖം മാറ്റണം. ദുഃഖം മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ദുഃഖത്തെ ഫ്ലാറ്റായിട്ട് അങ്ങനെ ഇല്ലെന്ന് സബ്ലിമേറ്റ് ചെയ്തിടും. സങ്കല്പത്തിൻ്റെ സബ്ലിമേഷൻ നടക്കും ചിലർക്ക്. അങ്ങനെ ഇല്ല. ശ്രീബുദ്ധനൊക്കെ അങ്ങനെയുള്ള ആളാണ്. എന്നുവെച്ചാൽ ദുഃഖത്തെ അവർ അംഗീകരിക്കണില്ല. അവർ അതിനെ ജീവിതത്തിൻ്റെ ഒരു ഈ ജീവിതത്തിൻ്റെ വേറെ ഒരു സൈദ്ധാന്തികമായ ലെവലിൽ ആശയപരമായിട്ടാണ് അതിനെ പ്രായോഗികമായിട്ടല്ല ദുഃഖത്തെ സമീപിക്കുന്നത്, ആശയപരമായിട്ടാണ് ദുഃഖത്തെ സമീപിക്കുന്നത്. അപ്പോൾ ദുഃഖമെന്ന് പറയുന്ന സംഭവം നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ വേറെ ദുഃഖമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് ഈ ലോകത്തൊന്നും ഇല്ല. നമുക്ക് സന്തോഷം കുറേ ഉണ്ട് ഈ ലോകത്ത്. എല്ലാ തരത്തിലും മക്കളെ ജനിപ്പിക്കുന്ന സന്തോഷമാണ്, കുഞ്ഞുങ്ങളെ പോറ്റണ സന്തോഷമാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണ സന്തോഷമാണ്, പരീക്ഷ ജയിക്കണ സന്തോഷമാണ്, മിഠായി തിന്നണ സന്തോഷമാണ്, ഭക്ഷണം കഴിക്കണ സന്തോഷമാണ്, അല്ലേ, നല്ല ഉടുപ്പിടണ സന്തോഷമാണ്. മുഴുവൻ സന്തോഷമേ ഉള്ളതിൻ്റെ അകത്ത്. അത് പക്ഷേ അതിനിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ദുഃഖം വരും. അപ്പോൾ ഒരു 50-50 ശരിക്കും. അല്ലാതെ ദുഃഖം മാത്രമല്ല. നരകം പിടിച്ച ജീവിതത്തിൽ ഇതിൻ്റെ അകത്ത് സന്തോഷം ഒത്തിരി ഉണ്ടതുകൊണ്ടാണ് ആൾക്കാർ അറ്റാക്ക് അടിക്കാതെ നിൽക്കുന്നത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. വിവാഹവും സന്തോഷമല്ല, അതുകൊണ്ടല്ലേ ആൾക്കാർ ആഘോഷമാക്കുന്നത്. ആഘോഷമാക്കുന്ന എല്ലാ വിഷയത്തിലും സന്തോഷമുണ്ട്. പക്ഷേ ഈ ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. എന്നിട്ട് ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രായോഗികമായ ഒരു നിലപാടിലാണ് യേശു അവസാനം എത്തിച്ചേർന്നത്. ദുഃഖത്തെ വേദനയെ ആഘോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആക്കിയെടുത്ത് ദുഃഖത്തിന് ദൈവം ഒരു പ്രത്യേക ലക്ഷ്യം കൊടുത്തു. ഇപ്പോൾ കൃപാസനത്തിൽ അങ്ങനെയല്ലേ, ഇപ്പോൾ ക്ലേശം വന്നാൽ, കുരിശ് വന്നാൽ, അപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് കർത്താവ് കുരിശിനെ എടുത്ത് അന്ന് നിലനിന്നിരുന്ന ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ക്ലേശത്തിൻ്റെ ദുരിതത്തിൻ്റെ ഒരു ഭാഗം അടയാളമായിട്ട് കുരിശിനെ എടുത്തു. എന്നിട്ട് കുരിശിനെ എന്ത് ചെയ്ത് പിതാവിൻ്റെ പേരിൽ കുരിശിനെ അക്സെപ്റ്റ് ചെയ്ത്. നമ്മൾ കുരിശിനെ റിജക്റ്റ് ചെയ്യല്ലേ ചെയ്യണത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടുന്ന് തള്ളിക്കളയും. അപ്പോൾ ഈശോ മാത്രമാണ് കുരിശിനെ റിജക്റ്റ് ചെയ്യാതെ എടുത്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എടുത്തത്? ഈ കുരിശിന് മുഴുവനും കൃപയുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. എല്ലാ കുരിശിൻ്റെ അകത്തിലും കൃപയെന്നും പറഞ്ഞ്, ഇപ്പോൾ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഓഫ് ഗോഡാണ്. ഈ പവർ ഓഫ് ഗോഡ് സന്തോഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത് കൃപയില്ലല്ലോ. സന്തോഷത്തിൽ കൃപയില്ല. അത് ബ്ലെസ്സിങ്സ് അല്ലേ, അനുഗ്രഹം എന്ന് പറയും. സന്തോഷത്തെ എവിടുന്നാണ് പറഞ്ഞത്? ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതികമായ ആനുകൂല്യങ്ങളെന്ന് പറയും നമ്മൾ. ഈ ഭൗതികമായ ആനുകൂല്യങ്ങൾ ബോഡി ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ വീട്, ജോലി, വിവാഹം, മക്കൾ, പ്രമോഷൻ, PR, അതെല്ലാം ബോഡി ഓറിയൻറ്റഡാണ് സാധനം. അതിനെല്ലാം നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും. ബോഡി എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. ബോഡി എപ്പോൾ വേണമെങ്കിലും തീരാം. ബോഡിക്കുള്ള കുഴപ്പം അതാ. ബോഡി എത്ര ആരോഗ്യവാന്മാരായാലും ചിലപ്പോൾ പെട്ടെന്ന് ബോഡിയുടെ കപ്പാസിറ്റി തീരും. എല്ലാവരും വിചാരിക്കുന്നത് ബോഡി ഇങ്ങനെ നിലനിൽക്കും, സന്തോഷം നിലനിൽക്കും എന്നാണല്ല. ഈ രോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം തന്നെ. രോഗങ്ങൾ വരുമ്പോൾ തന്നെ ഓർക്കുക, ഇത് ബോഡിയിലാണ് നമ്മൾ ഫീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സുഖപ്പെട്ടാലും നാളെ വേറെ രോഗങ്ങൾ വരാം. കരുത് ബോഡിയിലല്ലേ. ഇപ്പോൾ ബോഡി ആയപ്പോൾ ബോഡിക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അവസാനം നെറ്റ് ബാലൻസിൽ ഇച്ഛാഭംഗങ്ങളുണ്ടാകും. ബോഡിക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഈശോ ബോഡിക്ക് പ്രാധാന്യം കൊടുക്കാഞ്ഞ കാരണം ഈ ബോഡി കൊണ്ട് മനുഷ്യൻ്റെ ക്ലേശങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു പരിഹാരമെന്ന രീതി എങ്ങനെ ബലിയാക്കി കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് കൃപയായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എങ്ങനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയും പ്രാർത്ഥനയുമായിരുന്നു ഈശോ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൃപയുടെ പ്രശ്നം അത് ബ്ലെസ്സിങ് അല്ല. മിന്നൽ പോലെ വന്ന് പൊലിഞ്ഞു പുയർത്തിയിരുന്ന് പിന്നെ ഇരുട്ട് കയറണതാണ് ബ്ലെസ്സിങ്സ്. മിന്നലില്ലേ, മിന്നൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചമാണ് മിന്നൽ. പിന്നെ ഇരുട്ടാണ്. അതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം. ഒരു സന്തോഷമുണ്ടായി, ആ സന്തോഷം പെട്ടെന്ന് തീരും. ഏതെങ്കിലും നിലനിൽക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നിത്യസന്തോഷം എന്നുള്ള വേറെ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിത്യസന്തോഷം, അതിന് കൃപ എന്ന് പറയും. അനുദിന സന്തോഷത്തെക്കാളുപരി നിത്യസന്തോഷം. ഈ കൃപ നമുക്ക് വരുമ്പോൾ അത് നല്ല ഹൈലി വാല്യൂബിളായത് കാരണം, നിത്യതയോളം നിലനിൽക്കുന്ന കാരണം. ഇപ്പം ഞാൻ തന്നെ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി. എന്താ കാരണം? നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുമ്പോഴൊക്കെ ചിലർ അതിനെതിരെ പറയുമ്പോൾ ഓ അങ്ങനെയാണാ, എല്ലാവരും വിശ്വസിക്കും. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? പക്ഷെ വിശ്വസിച്ചിട്ടിങ്ങനെ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഗതികേട് വരുമ്പോൾ ആൾക്കാർ പറയും അത് കാര്യമില്ല, ഞാൻ ഉടമ്പടി എടുത്ത് 2 പുതുക്കുകയാണ്, ഇപ്പം ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണല്ലോ, അത്രയല്ലേ ഉടമ്പടി. അപ്പോൾ പിന്നെ ഉഴപ്പും. കാര്യം എപ്പോഴും നമുക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയമാണ്. നമുക്ക് വിശ്വാസം ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു നോൺ ഡിസ്റ്റർബൻറ്റ് ഏരിയ വിശ്വാസത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം ദൈവം നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ദൈവം പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഗതികേട്. ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദൈവം പറയും നീ ആ പറയണതിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. അപ്പോൾ എന്താണ് വിശ്വാസമില്ലാത്തത്? എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്രയും നാൾ നിൻ്റെ പുറകെ നടക്കണത്. അതൊക്കെ ശരിയാണ്. നിനക്ക് ടെസ്റ്റ് വന്നാൽ നീ അപ്പം തന്നെ നീ ഇട്ടച്ചും പോകുമെന്ന് പറയും. അതുകൊണ്ടാണ് അതിജീവിത വിശ്വാസം എന്ന് പറഞ്ഞ് വേറെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് അതിജീവിത വിശ്വാസം. ഈ വിശ്വാസത്തിലുള്ളവരിൽ കുറച്ച് പേര് ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും. 1 Pത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം. അപ്പോൾ സ്വർണം കാച്ചിയെടുത്ത സ്വർണത്തിന് ഊതിക്കാച്ചിയ പൊന്ന് അതിനൊരു മൂല്യമുണ്ട്. ഊതിക്കാച്ചിയ പൊന്നിനേക്കാൾ മൂല്യമുള്ളത് എന്താണ്? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അതാണ് അതിജീവിത വിശ്വാസം. അത് കേവല വിശ്വാസമല്ല. വിശ്വാസത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10 പേർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ഈ 10 പേർക്കും ടെസ്റ്റ് കൊടുക്കും. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത വിഷയങ്ങളുണ്ടാകും. നിൻ്റെ പ്രാർത്ഥന തന്നെ കേൾക്കാത്ത അവസ്ഥകളുണ്ടാകും. നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും പ്രാർത്ഥനയോടെ പുലർന്നു പോയിട്ടും നിനക്കതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം ശോധന ചെയ്യും. അപ്പോൾ കുറച്ച് പേര് പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പ്രാർത്ഥനക്കാർ അവിടെ നിന്ന് സ്കൂട്ടാകും. മനസ്സിലായില്ലേ? കുറച്ച് പേര് വണ്ടി വിടും. പ്രാർത്ഥന നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ലേ, ഇവിടെ ചകണം വരെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വളരെ പ്രാക്ടിക്കലാവും. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരങ്ങനെ ആവശ്യമില്ലാതെ ദൈവത്തോട് അടുക്കുകയോ അടുത്ത് വന്ന് പണി മേടിക്കുകയോ ഒന്നും ചെയ്തത്. വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരാണ് അവർ. ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും അവരില്ല. പിന്നെ വല്ല അവസാന ഞായറാഴ്ചയൊക്കെ കുരുത്തോല കൊടുക്കാൻ നേരത്ത് എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഓല മേടിക്കാൻ പോകും. ആ ഓല മേടിക്കാൻ പോയി അവർ ഓലയും കൊണ്ട് വീട്ടിലൊന്നും പോരത്തില്ല. ആ ഓല കൊണ്ടുപോയി മരിച്ചവരുടെ പെടയ്ക്ക് കുടുക്കിടും അവർ. നമ്മൾ ഈ അവസാന ഞായറാഴ്ച ചെന്നാൽ എന്താ ചെയ്യണത്? എല്ലാ അപ്പം ചത്തുപോയ എല്ലാ അപ്പന്മാരുടെ കുരിശിൽ ഈ ഓശാനയുടെ ഓല കൊണ്ട് കുടുക്കിട്ടിട്ടുണ്ടാവും. അവരത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൻ്റെ പെടരയ്ക്ക് പണ്ടേ അപ്പനെ കുടുക്കിട്ടാണ് കൊന്നത്. ഓശാന ഞായറാഴ്ചയുടെ കുടുക്കും കൂടി അവൻ്റെ പെടരയ്ക്ക് വെച്ച് കൊടുത്തിട്ട് അവർ സ്കൂട്ടാവിടുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പരീക്ഷത്തൊന്നും അവർ പോകത്തില്ല. അവരങ്ങനെ അടിച്ചു പൊളിച്ച് സുന്ദരമായിട്ട് ജീവിക്കും. ഒരു കാലത്ത് മരിച്ചും പോകും.
അപ്പോൾ എനിക്കതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നത്, ഞാനീ പിണമെടുക്കും 1700 പിണമെടുത്തിട്ടുണ്ട് 38 കൊല്ലത്തിനുള്ളിൽ. പിണമെടുക്കാൻ ചെല്ലുമ്പോൾ ചില സമയത്ത് ഈശോ പറയും, ഈ പണ്ടാരത്തിനിട്ട് ഒരു പ്രാർത്ഥന ചെയ്യാൻ നിൻ്റെ പിടകടി അടിക്കുമെന്ന് പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും, ഒത്തിരി പേര് വലിയ നാട്ടിലെ പ്രമാണിയ ആരെങ്കിലുമൊക്കെ ഇരിക്കും. പക്ഷേ കർത്താവ് പറയും, ഈ പണ്ടാരത്തിന് സ്വർഗസ്ഥനായ വിധാനം ചെല്ലിയ നിൻ്റെ പട്ടം ഞാൻ പിടിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞു കപ്പേര് കാശ് കിട്ടണമല്ല, കപ്പേര് ഇല്ലിക്കൊള്ളാൻ പറയും. അപ്പോൾ കപ്പേര് അവിടെ മഹിമ 7 വരുവിൻ തന്നെ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞപ്പോൾ ആടി പ്രാർത്ഥിച്ച് പുള്ളിയെ ഒരു പരുവത്തിലാക്കി എടുത്തുകൊണ്ട് പോരും. കുഴിക്ക വരെ മിണ്ടത്തില്ല ഞാൻ. എന്താ സാധനം? ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചതാണ്. എന്നിട്ടിപ്പോൾ 12 കൊല്ലം ദർശനവും മറ്റുള്ള എല്ലാ ബന്ധവും പരിചയമുള്ള അച്ഛന്മാരെല്ലാം കാറ് കൊടുത്ത് വിളിച്ചിട്ട് ഒരു ഘോഷയാത്രയൊക്കെ നടത്തി പാവത്തൻ നാട്ടുകാരുടെ കണ്ണി പൊടി വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുകയാണ്. ഞൊട്ടു എന്ന് പറയും ദൈവം. അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്കുള്ളൊരു വരവ് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് അഗ്നിശോധന ചെയ്യും. അഗ്നിശോധന എന്ന് പറയുമ്പോൾ ചില പറയില്ലേ, ഞാൻ കുഞ്ഞുനാൾ മുതലേ കർത്താവിനോട് പറയണതാണ് എനിക്ക് വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണം. 4 വയസ്സ് തൊട്ട് ഞാൻ പറയാം, എൻ്റെ അപ്പൻ്റെ വെള്ളവടി കണ്ട് ഞാൻ ജീവിതം മടുത്ത്, എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് ഞാൻ ജീവിതം വെറുത്ത്, എനിക്ക് ആകപ്പാടെ ഒന്നേ കർത്താവിനോട് പറയാനുള്ളൂ, നീ ജോലി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വെള്ളമടിക്കാത്ത ഒരു അധികാരം തരണമെന്ന് പറയും. അപ്പം നമ്മൾ 3-ാം വരുമ്പോഴും മധ്യസ്ഥം വരുമ്പോഴും ചവറ വിവാഹ ബ്യൂറോയിൽ ചെല്ലുമ്പോഴും പറയും അവൻ വെള്ളമടിക്കാത്തവരാണെന്ന് ചോദിക്കാൻ പറയും. അപ്പം നമ്മളെന്താ, അവന് ദൈവവിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളമടിക്കാതിരുന്നാൽ മതി. അപ്പോൾ വെള്ളം ആരായി നിനക്ക് ദൈവമായി. മനസ്സിലായില്ലേ? ആൾക്കാർ പെൺപിള്ളേർ ചെന്ന് ഇരന്ന് പണി മേടിക്കണ വിധവ എന്താ വരുവാൻ, നമ്മളെ തിരക്കണ എന്താണ്, അവൻ വെള്ളമടിക്കാത്തവനാണോ? അപ്പോൾ എന്താ എൻ്റെ അർത്ഥം എന്താണ്, അവന് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ അതൊന്നും അവൾക്ക് പ്രശ്നമല്ല, വെള്ളമടിക്കാത്തവല്ല ആയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ, അവളുടെ ദൈവം വെള്ളമടിക്കാത്ത ഭർത്താവാണ്. അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെസകை വന്ന പോലെ. അപ്പം നിനക്കൊരു വിശ്വാസമുണ്ട്, അതിജീവിതയാണ് നീ. അതിജീവിത എന്ന് പറഞ്ഞാൽ എന്താണ്, ആധ്യാത്മിക ജീവിതത്തിൽ അതിജീവിതയുണ്ട്, അതിൽ അതിജീവിതനുണ്ട്. എന്താ കാര്യം, ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ വന്നിട്ടും ദൈവത്തെ ഉപേക്ഷിക്കാതെ വിശ്വാസം തളരാതെ അതിജീവിച്ച ആൾക്കാരാണ്. അതാണ് ഈശോ പറയണത്. 1 പത്രോസ് 1:7 പറയണം. ഒന്നൊരു വായിച്ചത്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ വിലയേറിയ വിശ്വാസമാണ്. വിശ്വാസത്തിലാണ് ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ, ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി അടിച്ച പോലെ 2 കേട്ടിട്ടുണ്ട് 3 കേട്ടിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് 4 എന്ന് പറഞ്ഞ് അവസാനം എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വീഴും. അതുപോലെ നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ എന്ത് കേട്ടിരിക്കണത്? വിശ്വാസം തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അതിജീവിത വിശ്വാസം എന്ന് പറയും. അപ്പോസ്തലന്മാർ ഓരോ തരത്തിലാണ് പറയണത്. അപ്പോസ്തലന്മാർ ഒരാൾ പറയും, പോള് പറയും, വിശ്വാസം പറയുമ്പോൾ പോള് പറയും വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അത് ഹെബ്രായർ 11:1 പറയും. എന്താണ് വിശ്വാസം? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മെറ്റീരിയൽ ഫെയ്ത്താണ്. നമ്മൾ എന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ല ഉടമ്പടി പിന്നെയും നമ്മളെ പുതുക്കണത്. തെറ്റല്ലത്. പ്രത്യാശ ഇപ്പോൾ ഉടമ്പടി എബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം എന്നത് എന്ന് പറഞ്ഞേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അകത്ത്
ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ആൾക്കാർ 7 പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കുന്നത്. എന്താ കാര്യം? എൻ്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവ് എൻ്റെ അടുത്ത് വരണ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും? മണവാളം വരാൻ വൈകുമ്പോൾ സ്വാഭാവികം നമുക്ക് വരാൻ സാധ്യതയുള്ള എന്താണ്? ഉറക്കമാണ്. ഉടമ്പടിയിൽ ഉറക്കമുണ്ട്. അത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 25:5. മണവാളൻ വരാൻ വൈകി എന്ന് പറഞ്ഞാൽ മണവാളം വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ എത്രയാണ്? മത്തായി എത്രയാണ്? 25:5. അതിൽ മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ ഇരുന്നുറങ്ങിയെന്നേ. ഇപ്പം കിടന്നു പോയി പാവത്തങ്ങൾ. തലയോട് പോലും ഇല്ലാതെ വായും പിടിച്ച് കുറുക്കം പിടിച്ച് ആയി ഉറങ്ങി. എന്താ കാര്യം? മണവാളം വന്നില്ല, വേറെ ഒരാൾ വരും. ആരാണത്? ഉറക്കം. അതാണ് സംഭവം. അതല്ലേ ബൈബിൾ എന്ത് കറക്റ്റാണ്. 25:5 മണവാളം വന്നില്ല, പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും. അതാരാണ്? ഉറക്കം. ശൈത്യം, ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കമെന്ന് പറയണത്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റിക്കാണ് ഈ പറയണത് ഉറക്കമെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കമാണെന്നറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥന എത്ര മണിക്ക് നടന്നെന്ന് ചോദിച്ചാൽ മതി. ആദ്യം 5:30 എഴുന്നേക്കും, പിന്നെ 6 മണിക്ക് എഴുന്നേക്കും, പിന്നെ 7 മണിക്ക് എഴുന്നേക്കും. ഇപ്പം ചെടുത്തി ഉറക്കമായി. കാര്യം എന്താണ്? മണവാളം വരാൻ വൈകി. അപ്പം ഈ മണവാളം വരാൻ വൈകിയെന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ. എല്ലാ വിഷയത്തിനുമല്ല, ചില വിഷയങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ 6 വിഷയം വെച്ചില്ലേ? 6 വിഷയം എന്താ വെക്കാൻ കാര്യം? 6 കൽഭരണി ഉള്ളത് കൊണ്ട് ഉടമ്പടി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് 6 എന്ന് പറഞ്ഞ്. കാര്യം എന്താണ്? 6 കൊല്ലം കൊണ്ട് 6 ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ ദിവസങ്ങളാണ് 6. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടി ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് 6 എന്നാണ്. അതാണ് 6 കൽഭരണി. ഒന്നുമില്ലായ്മ എന്ന് 6 കൽഭരണി. അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം. ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ്. ഇത് ആദ്യത്തെ കാലമാണ്, 6ാമത്തെ ദിവസം. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയും? ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണേ. ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നു. എന്താണ്? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നു. അപ്പോൾ ഒരു രൂപവുമില്ല, ഒരു ഭാവവുമില്ല. ഭൂമി പിന്നെ എന്താണ്? ശുദ്ധശൂന്യമായിരുന്നു. പിന്നെ എന്ത് ചെയ്ത്? ആഴത്തിൻ്റെ മീതെ, അന്ധകാരത്തിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു. അപ്പം അതുണ്ട, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത്. പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോകുന്നതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് അവ്വ ചെയ്തതിന് പകരം മറ്റൊരു അവ്വായെ ദൈവം സൃഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയായിട്ട്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉൽപ്പത്തി 1:1-2. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പറഞ്ഞേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായി. അപ്പോൾ വെളിച്ചമുണ്ടാകണമെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? ആത്മാവാണ് വരണത്. അപ്പോൾ രൂപരഹിതമായി ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ പഴയ നിയമത്തിലെ ആകാശവും ഭൂമിയും പോലെയാണ്. കാര്യം എങ്ങനെ മകളെ കെട്ടിക്കും? നമുക്കൊരു രൂപമില്ല. എങ്ങനെയാണ് ഈ 10-45 കോടി രൂപയുടെ കടം എങ്ങനെയാണ് തീർക്കണത്? നമുക്കൊരു രൂപമില്ല. അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കണം. കണ്ടിട്ടില്ല? നീ കണ്ടിട്ടില്ലേ ആൾക്കാരെ? ചിലത് സീരിയസ് കേൾക്കും. വ്യക്തിപരമായ ഉപദേശം ആവശ്യമുള്ളത് സീരിയസ് കേൾക്കും. ദൈവം ഇടപെടേണ്ട കാര്യത്തിന് ഞാൻ സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഇപ്പോൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കും.
ഈ വിഷയം ദൈവത്തിൻ്റെ ടേബിളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടാണ് ഈ ഫയലെങ്കിലും കണ്ട് ഞാനിത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കും. എന്താ കാര്യം? എന്നിട്ട് ഇവരെ എംപവർ ചെയ്യും. കാര്യം ഇവർക്ക് രൂപമില്ല, അവർക്കറിയത്തില്ല ഈ കടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയത്തില്ല, അവർക്കറിയത്തില്ല ഈ രോഗം എല്ലാവരും ഇങ്ങനെ കൈവിട്ടപ്പോൾ ഇതെങ്ങനെ സുഖപ്പെടുമെന്ന് അവർക്കറിയത്തില്ല. പിന്നെ ഒരു വിശ്വാസത്തിന് ഉന്തിത്തള്ളി ആരോ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവർക്കതിനുള്ള ത്രാണിയും ഒന്നുമില്ല. പക്ഷേ ഇവിടെ കാര്യം മൊത്തമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അമ്മയുടെ ടേബിളിലാണ് ഈ ഫയൽ ചെയ്യേണ്ടത്. കാര്യം എന്താ? ഇത് ഞാൻ ചെയ്യേണ്ട ഫയലല്ല, അമ്മയുടെ ഫയലിലൊക്കെ അത് മാറ്റും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ സാധനം കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഈ വിഷയത്തിൽ എനിക്ക് മറുപടിയൊന്നുമില്ല, ഇത് നീ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കെൻ്റെ ഉറപ്പെന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് എൻ്റെ ഉറപ്പ്. കാര്യം ഈ പാവപ്പെട്ട മനുഷ്യന് കാണാവുന്ന രീതിയിൽ 2004 അമ്മ സമയഘടികാലം നീച്ച് ചാർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് മോരെ ഉണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണി പിടിച്ചൊരാളാണെല്ലാമെന്ന് ചിന്ത. അഹങ്കാരമൊന്നുമില്ല, സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു യോഗ്യത തന്നു എന്നല്ലേ നന്ദി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് മദർ തെരേസയും ജോൺ പോളും ജീവിച്ചിരുന്ന കാലമാണ്. ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നീതി നോക്കാനാണെങ്കിൽ അവർക്കാണിത് പ്രത്യക്ഷപ്പെടേണ്ടത്. അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു 2004 രണ്ടുപേരും. കാര്യം അവരൊക്കെ ഞാൻ അവരൊക്കെ കണ്ടാണ് വളർന്നത്. എൻ്റെ ശുശ്രൂഷ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജോൺ പോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജോൺ പോളാണ് ഈ കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും, അതായത് 20-ാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തൊട്ട് 21-ാം നൂറ്റാണ്ടിൽ വരെ ഏറ്റവും വലിയ പോപ്പെന്ന് പറയുന്നത് ജോൺ പോളാണ്. ജോൺ പോൾ ഉണ്ടാക്കി വിട്ട ഒരു വലിയ ആധ്യാത്മികമായ ശക്തിയുണ്ട്. അതെച്ചാൽ ഗലീലിയ കടലൊക്കെ ഇങ്ങനെ, ഗലീലിയ അല്ലാൻ്റെ സമുദ്രം കൂവിക്കുത്തി ഇരച്ചാർത്ത് രമ്പിത്തി ഇങ്ങനെ പോലെ കര വിഴുങ്ങാൻ നേർത്ത് വത്തിക്കാൻ്റെ ആ ജൽപ്പാടുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ വലിയ മുക്കുവൻ പറയും, ബിക്കാം ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ അടങ്ങാൻ പറയും. എന്താ കാര്യം? നീ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് പറയും. ആ അധികാരമെന്ന് പറയണത് വല്ലാത്തൊരു അധികാരമാണ്. ഞാൻ ആ 78 പോലും അതൊക്കെ കണ്ടാണ് വളർന്നത്. ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത്. അന്ന് പോലും ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും. അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്, ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം ജപമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു, അല്ലാതെ ഒരു അക്സസറി അല്ല. ഞാൻ പോപ്പന്മാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജപമാല അവരുടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ്. അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ ഒരേ ബെല്ല് പിടിപ്പിക്കുക, നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ സൈക്കിളെ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ലേ, കുറേ സാധനം വെച്ച് പിടിപ്പിക്കുമല്ല, നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കണതാണ്, അതൊന്നും കമ്പനിയിൽ നിന്ന് കിട്ടത്തില്ല. അതുപോലെ ചിലർക്ക് ജപമാല ആക്സസറിയാണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ച് പിടിപ്പിക്കേണ്ട സംഭവമാണ്. ജപമാല പ്രാർത്ഥിക്കുമ്പോൾ കൊന്ത തപ്പി നോക്കും, കൊന്ത എന്ത് നോക്കി തപ്പി നടക്കും, കണ്ണ് ഇരുട്ടത്ത് തപ്പി നടക്കണില്ലേ. അക്സസറി എന്ന് പറയും. അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. മദർ തെരേസനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുള്ള മദർ തെരേസ. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവിടെ അവയവമാണ്. 2 കൊന്തയാണ് അവർക്ക്. ഒരു കൊന്ത കയ്യിലിങ്ങനെ പിണച്ചിട്ടിരിക്കണം, വലിയ ഉണ്ടമണിക്കൊന്ത, കണ്ടാൽ പേടിച്ചു പോകും. അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്ക് മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രവഹിച്ചു കൊണ്ടിരിക്കുക. അവർ എന്താണ് എപ്പോഴും പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിലൊരു കൊന്ത കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം മദർ തെരേസയുടെ കബറിടത്തിൽ പോയി 1 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് കൽക്കട്ടയിൽ. കാര്യം ഞാൻ നേരിട്ട് അന്ന് കണ്ട മദർ തെരേസ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഇന്ന് അവരൊരു വിശുദ്ധയാണ്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത്. അവിടെ 1 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്. കാര്യം എന്താ? അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ പിണഞ്ഞ് കിടക്കുന്ന ജപമാലയും പിന്നെ അരക്കെട്ടിൽ നിന്ന് താത്തിയിട്ടിരിക്കുന്ന ജപമാലയുണ്ട്, കെട്ടിത്തൂതി. അത് നമ്മുടെ കാലേ വന്ന് മുട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 4.5 അടി പൊക്കമേ ഉള്ളൂ. അത് കാരണം ജപമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജപമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു. ഇവർ വലിയ നമ്മുടെ ഒരു ഭാഗമുള്ള ജപമാലയാണ് കെട്ടിയിട്ടുള്ളത്. അത് അരക്കെട്ടിൽ നിന്ന് കെട്ടിയിട്ട് താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അത് അവർക്ക് അവയവമാണ് ജപമാല.
ജോൺ പോളിനും ജപമാല അവയവമാണ്. കാര്യം അതൊരു AK-47 പോലെ സംഭവമാണ്. എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ പിശാച് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജപമാല എടുത്ത് ഷൂട്ട് ചെയ്യും. കമാൻഡൊന്നും പറയണ്ടാരും, നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും. കാര്യം എന്താ, ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയുന്നത് വല്ലാത്ത സംഭവമാണ്. ഇതെല്ലാം TMD അടിച്ചിട്ടിരിക്കുന്നതാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവും 10 എണ്ണം പറഞ്ഞുകൂടി ചെല്ലണ മുമ്പ് അത് മുഴുവൻ 6 വചനം 12 വചനങ്ങളാണ് പോണത്. 12 ഉണ്ടിനെ ഒറ്റ അടിക്ക് തീർക്കണത് ഒരു രഹസ്യത്തിൽ. അത് പടപടാന്ന് പൊട്ടും. അതെന്ന് പറയണത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. സാധാരണ വിശ്വാസക്കാരെക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജപമാല പൊട്ടണത്. അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും, ചിലപ്പോൾ 1ഉം 2ഉം ഉണ്ടാകും. അത് അവയവമാണ്, അക്സസറി അല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അർത്തുങ്കൽ സംസാരിച്ചായിരുന്നു. നിങ്ങൾ കർണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന. അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ചിലക്ക് തെറ്റിദ്ധരിച്ചു പോയി. തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജപമാല ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാചിക ശക്തികളും സംരക്ഷിച്ച് പ്രതിരോധിച്ച് നിലനിർത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അതിനെ ചില അണ്ണന്മാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് വാസ് മൈ പോയിൻറ്റ്. അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കർണക്കൊന്ത എടുത്തു. കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല, അത് തെറ്റിദ്ധാരണ പരത്തിയതാണ്. കരുണയുടെ പ്രാർത്ഥനയാണത്. അത് കൊന്തെന്ന് വിളിക്കേണ്ട കാര്യം എന്ത്? അത് എണ്ണ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു, ഇതും കൊന്തയല്ലേ, എന്നാൽ പിന്നെ ജപമാല വേണ്ടല്ലോ, ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജപമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം. നമ്മളെ നിരായുധീകരിച്ചുകൊണ്ട് കരുണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ്. കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്ത ഒരു പാഷൻ പ്രാർത്ഥനയാണ്. കർണക്കൊന്ത ഒരു പാഷൻ, കർത്താവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പീഡാനുഭവ പ്രാർത്ഥനയാണ്. ആ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി. അപ്പം അത് സഭയുടെ മജിസ്റ്റേരിയമാണ്. അതിൽ തന്നെ ബലമുള്ളതാണ്, തെറ്റില്ല. പക്ഷേ യു ഷുഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹോളി റോസറി. അതിന് പകരം പരിശുദ്ധ ജപമാലയ്ക്ക് പകരം നിങ്ങൾ കർണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ്. കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ്. ജപമാലയുടേത് ഹിസ്റ്റോറിക്കലി പ്രൂവനാണ്. കർണക്കൊന്ത ഈ നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒത്തിരി ആൾക്കാർ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത്. അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട്. പക്ഷേ ജപമാല ഓൾറെഡി പ്രൂവണാണത്. അത് യുദ്ധങ്ങൾ ജയിച്ചതാണ്, രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ്. വ്യക്തിജീവിതത്തിൽ ജോൺ പോളിനെയും മദർ തെരേസയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടം ദൈവം ഏൽപ്പിച്ച ജോലി, മിഷൻ ഐതിഹാസികമായ അപ്പോസ്തലിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജപമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ്. അപ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, പക്ഷേ അതിന് ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും. അപ്പം ആ നിലപാടിൽ മാറ്റമില്ല. ഞാൻ പറയാനെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആത്മീയ ആയുധമായി ജപമാലയെ സ്വീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വി ആർ ടോക്കിംഗ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് പ്രെയർ. ഇപ്പോൾ കർത്താവ് വെളിപാട് നൽകിക്കൊണ്ടിരിക്കുന്ന 2 സബ്ജക്റ്റിനാണ്. ഇതാണ് പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും. വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു,
പ്രാർത്ഥനയെ പവർഫുള്ളാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ്. നിങ്ങൾക്കൊരു കേവലമായ വിശ്വാസമുണ്ടാകും. കേവലമായ വിശ്വാസത്തെ കർത്താവ് അതിജീവിത വിശ്വാസത്തിൻ്റെ ടേബിളിലേക്ക് മാറ്റി. 10 പേർക്ക് ഒരു ഓർഡിനറി ഫെയ്ത്ത് ഉണ്ടെന്ന് വിചാരിച്ചോ. മേ ബി ട്രാൻസ്ഫേർഡ് ഫെയ്ത്ത്, മേ ബി ട്രഡീഷണൽ ഫെയ്ത്ത്, അപ്പനമ്മമാരുടെ വിശ്വാസം അതൊന്നായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം. സോ യു ഹാവ് ഫെയ്ത്ത്. ഇപ്പം നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ട്. പക്ഷേ ദൈവ തിരുസന്നിധി ആ ഫെയ്ത്ത് എപ്പോഴും നമ്മൾ ടെസ്റ്റഡ് ആക്കി മാറ്റും ദൈവം. കാര്യം അതിൻ്റെ സത്യസന്ധത ദൈവം എപ്പോഴും ടെസ്റ്റ് ചെയ്തെടുക്കും. കാര്യം ക്രിസ്തുവിനെ പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് ദൈവം ദൗത്യത്തിന് കൊണ്ടുവന്നത്. ഒരു ദൗത്യത്തിനെ കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റും മിഷനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ടെസ്റ്റ് എന്ന ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോനെ ശുശ്രൂഷയ്ക്ക് എടുത്തത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പുത്രൻ തമ്പുരാന് പോലും ടെസ്റ്റിന് അതീതമല്ല, അധീനമാണ്. അപ്പം അതുകൊണ്ട് നമ്മളും ടെസ്റ്റിന് അധീനമായിരിക്കും. ഒരു പരീക്ഷ നമുക്കുണ്ടാവും. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളെ ഓരോരോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണ്? പ്രാർത്ഥിക്കാത്തവനൊക്കെ നിങ്ങളെക്കാൾ ഭൗതികമായ പുരോഗതി സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നും കൊന്നും പലതരത്തിലും അവരൊക്കെ പുറകിലാകുകയും ചെയ്യുമ്പോൾ ടെസ്റ്റായില്ലേ? അതല്ലേ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയണത്. പ്രാർത്ഥിക്കാത്തവരെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തുകയും അവർ ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവത്തെ അംഗീകരിക്കണത് തന്നെ അവരുടെ ബുദ്ധിക്ക് പോരായ്മയായിട്ട് കരുതണേ. പക്ഷേ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഭൗതിക പുരോഗതി നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാൾ താഴ്ന്നു വരുമ്പോൾ ടെസ്റ്റായില്ലേ അത്? അപ്പോൾ തന്നെ അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാത്തവനൊക്കെ പണ്ട് മുഹമ്മദ് ഗോറിയ അയാളുടെ ഒരു നിയമമുണ്ടല്ലോ, എന്താണ് ഒരു ടാക്സ് നിയമമില്ലേ? ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ഗോറി അയാളെന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് കുതിര ഉള്ളവരെല്ലാം 5 പവൻ ടാക്സ് നികുതി തരണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ വിളംബരമാണ്. ഈ രാജ്യത്തെ കുതിര ഉള്ളവരെല്ലാം 5 പവൻ ടാക്സ് തരണം, നികുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ സന്തോഷമായി. എന്താണ്, നമുക്ക് കുതിരയില്ലല്ല, കുതിര ഉള്ളവൻ കൊടുത്താൽ മതിയല്ല. ആ കുതിരപ്പുറത്ത് കയറി നടക്കണം, കൊടുക്കണം. പക്ഷേ ഈ മനുഷ്യൻ പിറ്റേ ആഴ്ച പറയണേ കുതിരയില്ലാത്തവരും അതുപോലെ തരണമെന്ന്. എങ്ങനെയുണ്ട് പരിപാടി? ഈ രാജ്യത്ത് കുതിര ഉള്ളവനൊക്കെ 5 പവൻ നികുതി തരണം. അടുത്ത ആഴ്ച പുള്ളി പറയാണ് അതുപോലെ ഈ രാജ്യത്ത് കുതിരയില്ലാത്തവനും 5 പവൻ നികുതി തരണം. തെണ്ടിയില്ലേ? ഇതുപോലെ പല ആൾക്കാരും പ്രാർത്ഥിച്ച ആൾക്കാർക്കും PSC ജയിച്ച്, അതേസമയത്ത് പ്രാർത്ഥിക്കാത്തവൻ PSC ജയിച്ച്, പ്രാർത്ഥിക്കുന്നവൻ PSC തോറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനമെന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് ടെസ്റ്റ് തുടങ്ങണത്. ചില പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. അവരെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക അവിടെ വെച്ച്. എടാ വിശ്വസിക്കാതെ വെറുതെ ചുമ്മാ ചീട്ടും കളിച്ച് വെള്ളമടിച്ച് കിടന്നവനൊക്കെ കയറിപ്പോയി. നമ്മളിപ്പോൾ ദൈവമേന്ന് വിളിച്ച് നടക്കണം, നമ്മുടെ ഗതി ഇത് തന്നെ. പിന്നെ ഇതെന്താ ഇതുണ്ട് ഇതിൻ്റെ കഥയൊന്നും ഇല്ലടി. അച്ഛന്മാരെ വയറ്റി പഠിപ്പിട്ട് ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കഥകളിയല്ലേ. വീട്ടിൽ കുറേ ഡയലോഗ് കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഫ്ലാറ്റായി. ദൈവം അതാ ഉദ്ദേശം. നിന്നെ ആരാ ഫ്ലാറ്റാക്കിയത്? പിശാചൊന്നുമില്ല, ദൈവമാണ് ഫ്ലാറ്റാക്കിയത്. നമ്മളീ പ്രലോഭനം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർക്കും പിശാച് ഒന്ന് ചെയ്യണമാണെന്ന്. അല്ല, കർത്താവിനെ പ്രലോഭനത്തെ വിട്ടത് പിശാചാണോ? അല്ല, പിതാവായ ദൈവം അറിഞ്ഞിട്ടല്ലേ ആ പ്രലോഭനം നടന്നത്, അല്ലേ? അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഹവ്വായോട് എന്താ സംഭവിച്ചിരിക്കണത്? ഹവ്വായുടെ പിശാചിൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ്. പിശാച് വന്നിട്ടുണ്ട്, അവന് നിന്നോട് എന്താ സംസാരിക്കാനുണ്ട്, നീ മരത്തിൻ്റെ താഴെ പോയി അവളോട് 2 ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വരാൻ പറയും. ഡയലോഗൊന്നും പറഞ്ഞ പിശാചിനെ വിട്ടത് ആരാണ്? പിശാച് വന്ന് ദൈവം അനുവദിക്കാതെ വല്ല പിശാചിന് നമ്മുടെ അടുത്ത് വരാൻ, ഒരു വിശ്വാസത്തിനടുത്ത് വരാൻ പറ്റത്തില്ല. ജോബിൻ്റെ കഥ നോക്കിയാൽ മതി. ജോബിൻ്റെ കഥ എന്താ പറയണത്? ജോബ് പിശാചിൻ്റെ അടുത്ത് തലയിലും കെട്ടി വന്ന് എന്നിട്ട് പറയണത്. അപ്പോൾ ദൈവം ചോദിച്ചു, നീ ഭൂമിയിൽ പോയല്ലേ? ആ, ഞാൻ ഭൂമിയിൽ പോയി. എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? അപ്പോൾ പിശാച് തലയാട്ടി, ഞാൻ കണ്ട്. എന്താണ്? അവനെപ്പോലെ നീതിമാനായിട്ട് ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു
അഭിമാനമാണ് ജോബ്. അപ്പോഴേ പിശാച് അടുത്ത തുറുപ്പ് വിട്ടേ പറഞ്ഞത്, അവനെന്താ കുഴപ്പം, അവന് ഒത്തിരി ഒട്ടകങ്ങളുണ്ട്, ഒത്തിരി പാടശേഖരങ്ങളുണ്ട്, അവന് ഒത്തിരി കന്നുകാലികളുണ്ട്, വേലക്കാരുണ്ട്, മക്കളുണ്ട്. നീ ദൈവം എല്ലാം അവന് കൊടുത്തില്ലേ, പിന്നെ അവൻ നിന്നെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ ഇത്രയ്ക്ക് വീമ്പ് പറയാനിരിക്കണമെന്ന് ചോദിച്ചു. നീ പറഞ്ഞിട്ട് അവൻ്റെ വസ്തുവിന് ചുറ്റും വെയിലും കെട്ടി വെച്ച് നീ അവനെ സംരക്ഷിക്കുകയാണ്. പിന്നെ അവന് നീതിമാനായിട്ട് ജീവിക്കുന്നതിന് എന്നാ കുഴപ്പം, എന്നാ മുടക്കെന്ന് ചോദിക്കും. പിശാച് ദൈവത്തോട് ചോദിക്കും. എന്നിട്ട് പറയും, നീ അവൻ്റെ വെയിലൊന്ന് പൊളിക്കാൻ നീ എന്നെ അനുവദിക്കുമെന്ന് ചോദിക്കും. എന്നാൽ ഇപ്പം നിന്നെ തള്ളിപ്പറയാമെന്ന് പറയും. എന്നാ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ജോബ് 1:9-10. സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അടുത്ത വചനം വായിച്ചത്. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. അപ്പൊ അവൻ മാത്രമല്ല, നമ്മളൊക്കെ ദുഷിക്കും. പണി കിട്ടിക്കഴിഞ്ഞാലേ പ്രാർത്ഥന എപ്പോൾ തീർന്നെന്ന് തോന്നിച്ചാൽ മതി. നമുക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകത്തില്ല. ഭൂമി രൂപരഹിതമായി കഴിഞ്ഞാൽ, ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞാൽ, ഭാവി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരുന്നാൽ നമുക്ക് പിന്നെ എന്താണ്, നമ്മൾക്ക് ഈ അന്ധനെ കൈപിടിച്ച് നടത്തുന്ന ഒരാളുണ്ട്, അതാണ് ആത്മാവ്. നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉടനെ വന്ന് ഉടമ്പടി എടുക്കും. എന്താ ചെയ്യും? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പറയും, നീ ആദ്യം ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട ആത്മാവിനെ നീ തിരിച്ചു പിടിക്കണം. അതിനെന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. ആര് യേശുനാമത്തിൽ പശ്ചാത്തപിച്ചാലും ആത്മാവിനെ കിട്ടും. ബൈബിളിൻ്റെ ഘടന അതാണ്. ആരാണ് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ മരിക്കുന്നതിന് പകരം അവൻ നമ്മുടെ പരിഹാര ബലിയായി മരിച്ചു, അതിനാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ എൻ്റെ കർത്താവാണെന്ന് ആര് പറഞ്ഞാലും, കർത്താവേ നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി, അതുകൊണ്ട് നിൻ്റെ പരിഹാരത്തോട് ഐക്യദാർഢ്യം പുലർത്താൻ വേണ്ടി എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുമെന്ന് പറയാം. അതാ പൗലോസ് പറയണത്. വാട്ട് വി ഷുഡ് ഡു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറയും, റിപ്പന്റ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ആത്മാവിനെ. ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞു, റിപ്പന്റ്, നിങ്ങൾ പശ്ചാത്തപിക്കുക. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനം 2:37-38. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്ത് സുന്ദരമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചാത്താപം കൊണ്ട് നഷ്ടപ്പെട്ട ആത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പശ്ചാത്താപം കൊണ്ട് നിങ്ങൾക്ക് ഇന്നുവരെ കിട്ടാത്ത ആത്മാവിനെ പുതുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. എന്താണ്? പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഉള്ളി, കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം. കാര്യം എന്താണ്? പാപത്തിന് കടം വീട്ടിയത് അവൻ്റെ ജീവനും മരണവുമാണ്. നിൻ്റെ പാപത്തിന് നിനക്ക് പകരക്കാരനായി പരിഹാരം ചെയ്ത് അവരാണെങ്കിൽ അവൻ്റെ പരിഹാരം ഞാൻ അംഗീകരിച്ചുകൊണ്ട് അത് ഏറ്റു പറയുമ്പോൾ അവന് രക്ഷകനായി മാറുമെന്ന്. കർത്താവേ, നീ പാപത്തെ ഏറ്റെടുത്തു, എൻ്റെ പാപത്തെയും ലോകം മുഴുവനുള്ള മനുഷ്യരുടെ മുഴുവൻ പാപത്തെയും കാലാകാലങ്ങൾ വരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുരിശായി മുൾക്കിടമായി തിരുവിലായാലും മുറിവായി നീ നിൻ്റെ സ്വന്തം ശരീരത്തിലെ പഞ്ചക്ഷതങ്ങളായി ചാർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരണം എൻ്റെ നന്മയും എൻ്റെ പാപപരിഹാരമാണ് നീ. എൻ്റെ പാപപരിഹാരവും എൻ്റെ പരിഹാരത്തിനുള്ള എൻ്റെ പുനരുത്ഥാനവും മരണത്തെ ജയിച്ചു ഞാൻ നിന്നിലൂടെ ജയിച്ചുകൊണ്ട് കർത്താവേ, അതുകൊണ്ട് തന്നെ
ഞാൻ പാപത്തോട് വിടുതൽ പറയുന്നു. ഞാൻ പാപത്തോടുള്ള സഹിത്വം ഉപേക്ഷിക്കുന്നു. വൈ ഐ ഷുഡ് അബാൻഡൻ ദ സിൻ? എന്തുകൊണ്ട് ഞാൻ പാപം ഉപേക്ഷിക്കണം? കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രിസ്തു സ്വന്തം ശരീരത്തിലെ പാപത്തിൻ്റെ പരിഹാര കുരിശായി മുൾക്കിടമായി ഏറ്റുവാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ നീ സ്നേഹിക്കുമ്പോൾ, ആ ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു നിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിനെ മരണത്തിലേക്ക് നയിച്ച പാപത്തോട് എനിക്ക് സന്ധിയില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉടമ്പടി എടുക്കുന്നവർക്കുണ്ടെങ്കിൽ അപ്പോഴാത്മാവ് ചലിക്കും. വെള്ളത്തിന് മീതെ രൂപരഹിതമായ നിന്റെ ജീവിതത്തിന്റെ മുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കും. ശ്രുതികട്ടെ. അപ്പൊ എൻ്റെ മക്കളെ, എല്ലാ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായുള്ള ദൈവത്തിൻ്റെ ക്യാപിറ്റൽ പ്രോമിസ് ഇസ് ഹോളി സ്പിരിറ്റ്. എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മനുഷ്യൻ്റെ മോചനത്തിനായ ദൈവത്തിൻ്റെ പ്രിൻസിപ്പൽ പാക്കേജ് ഇസ് ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് എന്നിലും നിന്നിലും പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന സ്റ്റെപ്പും ആദ്യ നടപടിക്രമവും അനുതാപമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരിച്ചോരെ അനുസ്മരിച്ചുകൊണ്ട് അനുതാപത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാലും മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് പശ്ചാത്താപത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുശിരസില് അമർന്നിറങ്ങിയ മുൾക്കിരീടത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നെ അനുതാപത്തിലേക്ക് നയിക്കണമേ. അങ്ങേ നയിച്ച ആത്മാവിന്റെ ശക്തിയാൽ ഞാനും നയിക്കപ്പെടട്ടെ. അങ്ങയുടെ പീഡാനുഭവത്താൽ, അങ്ങയുടെ കുരിശുമരണത്താൽ, അങ്ങയുടെ പുണ്യത്താൽ നേടിയെടുത്ത ആത്മാവിനാൽ വിശ്വാസ സമൂഹത്തെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. രൂപരഹിതമായ ഭൂമിയെപ്പോലെ ആഴത്തിന്റെ മീതെ അന്ധകാരം വ്യാപിച്ചതുപോലെ എന്റെ ദൈവമേ, എന്റെ ജീവിതം രൂപരഹിതമായി ഇരുട്ട് കയറി ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെ കർത്താവേ ഞാൻ വഴിമുട്ടി നിൽക്കുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഇരുട്ടിലൂടെ അമ്മേ പരിശുദ്ധാത്മാവേ, നിന്നെ നയിച്ച ആത്മാവിനാൽ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇടിമുഴക്കം പോലെ പാപനാത്മാവേ സ്തുതിക്കട്ടെ. എല്ലാ കോശങ്ങളിലും ഞരമ്പുകളിലും കോശങ്ങളിലും ശ്രുതിക്കട്ടെ. കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മ ഇത് തന്നെയാണ് ചോദിച്ചത്. ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചപ്പോൾ രൂപരഹിതമായതുപോലെ, ശൂന്യമായതുപോലെ, ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചതുപോലെ ഒരു മനസ്സായിരുന്നു അമ്മയുടേത്. അന്ന് അമ്മ അപ്പായോട് ചോദിച്ചു, അപ്പാ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇരുട്ടിനെ എങ്ങനെ തരണം ചെയ്യും? ഞാൻ ഈ അന്ധകാരത്തെ എങ്ങനെ അതിജീവിക്കാം? അപ്പാ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇനി വരാൻ പോകുന്ന എല്ലാ പുകിലുകളും ഞാൻ എങ്ങനെ അതിജീവിക്കും ചോദിച്ചപ്പോൾ അപ്പാ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കൈയടിക്കട്ടെ. എൻ്റെ സഹോദരൻ, ബി കോൺഷ്യസ് അബൌട്ട് ദ പവർ ഓഫ് ഗോഡ്, എ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ഒരു പത്രം കൊടുക്കുമ്പോൾ കൈമാറുമ്പോഴേ നിങ്ങളുടെ വിശ്വാസം കൈമാറുന്നു. വിശ്വാസത്തിൻ്റെ ആത്മമണാളനായി യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈമാറുന്നത്.
ആ കൈമാറി കഴിയുമ്പോഴേ കർത്താവേ, ഈ വിശ്വാസ കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിലൂടെ ഞാൻ നിർവഹിക്കുന്ന ആത്മരക്ഷാ പ്രവർത്തനങ്ങളിലൂടെ ഈ വിശ്വാസ കൈമാറ്റത്തിനായി അപ്പോസ്തല സ്ഥാനത്തിലേക്ക്, ശുശ്രൂഷ സ്ഥാനത്തിലേക്ക് ആ ജോലികൾ പങ്കിടാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്ന കർത്താവേ, കാലങ്ങളിലെ കൈമാറാൻ എനിക്കും ആത്മാവിനാൽ, എന്നെയും ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ആത്മാവ് വരുമ്പോഴും നമ്മൾക്ക് ചെയ്യണത് പാപം ഒഴിവായി പ്രലോഭനങ്ങളോട് നമ്മൾ ശാശ്വതമായ രീതിയിൽ സുല്ല് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ എന്താ ചെയ്യണത്? വി വിൽ ബി എംപവേർഡ്. അതാണ് 2:4 എടുത്ത് ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നു. അവൻ ഗലീലയിലേക്ക് വന്നു. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ, അത് മനസ്സിലായില്ലേ? മരുഭൂമിയിലെ പരീക്ഷ കഴിയുമ്പോഴുടനെ ഒരു പാപത്തോട് നിങ്ങൾ സുല്ല് പറയുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കണത്? പാപം ഒഴിഞ്ഞു പോകുക മാത്രമല്ല ചെയ്യണത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. ഇത് രണ്ടും ഒരു സ്വിച്ചിൽ 2 കാര്യങ്ങൾ നടക്കും. ഒരു നിമിഷം നമ്മൾ പശ്ചാത്തപിച്ച പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി എംപവേർഡ് ദ സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ നിന്നിൽ നിറയാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിനക്കൊരു മുൻധാരണ ഉണ്ടാകണം. എന്താണ്? ഓരോ പാപവും, ഓരോ ദുശ്ശീലവും, ഓരോ ദുഷിച്ച ബന്ധങ്ങളും നീ അതിനോടെല്ലാം ബൈ പറഞ്ഞ് ഒത്തുതീർപ്പിൽ എത്താതെ നീ ഒന്നേക്കും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ശക്തിപ്പെടുത്തുക എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മറിയത്തോട് ദൈവം പറഞ്ഞത്, യു വിൽ ബി ഇൻസ്പിരിറ്റഡ് വിത്ത് ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി. ലൂക്ക 1:35 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 1:35. ദൂതൻ മറുപടി പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എങ്ങനെ ഞാൻ ഇങ്ങനെ കരകയറും? ഇത്തരം കടമുണ്ടല്ലോ, ഇത്തരം 14 കൊല്ലം കൊണ്ട് എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് മക്കളുണ്ടാകും. ഇത്രയും നാളുടെ എനിക്ക് 36 വയസ്സുണ്ടല്ലോ, എനിക്ക് എൻ്റെ കല്യാണം നടക്കാത്തത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഇനി എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ബൈബിളിന് 2 ഉത്തരമില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? ദൂതൻ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇതെന്ത്? അതായത് 2 കാര്യം. ഒന്ന്, ലൂക്ക 2:14 യേശു ഗലീലയിലേക്ക് വരണത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ്. ഇതുപോലെ തന്നെ അമ്മ എലിസബത്തിലേക്ക് പോകുന്നതും പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലേക്ക് പോകുമ്പോൾ മുമ്പ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. നിൻ്റെ നിയോഗങ്ങളില്ലേ, നിനക്ക് 100,000 നിയോഗങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഈ നിയോഗങ്ങളിലേക്ക് നീ സഞ്ചരിക്കണം മുമ്പ് നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് നിറഞ്ഞിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിലെ ഞാൻ എഴുതി വച്ചിരിക്കണ നിയോഗങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചെത്തും മുമ്പേ ഈശോയെ പോലെ, പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ അമ്മയെ പോലെ എന്നെയും പരിശുദ്ധാത്മാവിൽ നിറക്കുന്നതായി പാപബോധം നൽകണമേ. പാപത്തോട് ഒത്തുതീർപ്പില്ലാതെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം മറിയോ പരിശുദ്ധ അമ്മയും എലിസബത്തിനെ കാണാൻ പോകുന്നതാണ് അടുത്തത്. അപ്പോൾ അമ്മയുടെ മനസ്സിന് ഒരു രൂപമില്ല, 2-3 പ്രശ്നങ്ങൾക്ക് രൂപമില്ല. ആഴത്തിനുമേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് പരിശുദ്ധാത്മാവിനെ എംപവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവാണ് എല്ലാം റീസെറ്റ് ചെയ്യണത്. മറിയത്തിൻ്റെ ഉള്ളിലുള്ള സംഭവം, താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പ്രഗ്നൻ്റായി. പക്ഷേ അമ്മയെ ഒരു 16 വയസ്സുള്ള യഹൂദ യുവതി എന്ന രീതിയിൽ അമ്മയ്ക്ക് ഇതിൻ്റെ മറ്റ് ഫിസിക്കൽ വശങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് ഐഡിയ ഇല്ല.
അത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകുകയും എങ്ങനെയാണ് കല്യാണം കഴിക്കണമെന്ന് മനസ്സമ്മതം കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആകുകയും നാട്ടിലിങ്ങനെ വീർത്ത വയറുമായിട്ട് നടക്കുകയും അപ്പോൾ നാട്ടുകാരെന്ത് പറയും, അപ്പോൾ വരാൻ പോകുന്ന ദുരിതങ്ങളൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഐഡിയ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് പറയും, നിനക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, മാനസിക പ്രശ്നമാണ് നിൻ്റെത്, എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തല്ലേ വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് വന്നു, അച്ഛാ ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണ്, അതിൻ്റെ വേറെ അബൌട്ട്സൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവളോടൊന്നും മാത്രമേ പറഞ്ഞുള്ളൂ, എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ആ ഒറ്റ സംഭവത്ത് കൊണ്ട് അമ്മയുടെയും മകളുടെയും സംശയം തീർന്നു പോയി. എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ അവരെന്തുമാത്രം നേരെ ഇവിടെ ഇരുന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അവർ ഒന്ന് നോക്കിക്കുക, കല്യാണത്തിന് പ്രഗ്നൻ്റായ ഒരു ലേഡിയുടെ സങ്കടങ്ങൾ എന്തുമാത്രമാണ്. അവളാണ് അത്ര വയസ്സും പ്രായവുമില്ല. അച്ഛൻ വഴക്കിടുവോ, നാട്ടുകാരോട് എന്ത് പറയും, ഇങ്ങനെ കുറേ എന്തായിരിക്കും ഇതിന് പരിഹൃതി, അബോർഷൻ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വരുമോ, എന്തായിരിക്കും അച്ഛൻ പറയാൻ പോണത് എന്നൊക്കെയായിരിക്കും ഇവിടെ ചിന്തിച്ച് ആകുലപ്പെട്ട് രണ്ടും അമ്മയും മകളും വിഷമിത്താൻ വരണം. ഞാൻ കൈ വെച്ചിട്ട് പറഞ്ഞ് എത്രയും വേഗം ട്രേസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, തിരിച്ചു വരാൻ. ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. സെക്കൻഡിനുള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും. ആ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അമ്മ എന്താ ചെയ്യണം, ഇപ്പോൾ പരിശുദ്ധ അമ്മ എന്താ ചെയ്തിരിക്കണത്, നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇത് എലിസബത്ത് എന്ന് പറയുന്നത് 65 വയസ്സുള്ള ചേച്ചി വലിയമ്മയാണ്. ഇവർക്ക് 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സുകാരത്തി എങ്ങനെയാണ് 65 വയസ്സുള്ളവരോട് അവർ പ്രഗ്നൻ്റ് ആണെന്ന് ചോദിക്കണത്? ഭയങ്കര പ്രശ്നമല്ലേ? അത് അമ്മയുടെ പ്രശ്നം അതാണ്. അമ്മ പറഞ്ഞു, നീ എലിസബത്തെ പോയി കാണാൻ പറയുന്നുണ്ട്, എലിസബത്ത് പ്രഗ്നൻ്റ് ആണ്, 6 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാലാഖ. പക്ഷേ 65 വയസ്സുള്ള ചേടത്തിയോട് പോയിട്ട് ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അമ്മ അങ്ങനെ ചോദിക്കത്തുമില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരാണ് ഉടനെ ചോദിക്കും, ആൻറ്റിയാണെന്ന് നോക്കത്തില്ല, വലിയമ്മ തലയാണെങ്കിൽ ചോദിക്കും. അന്ന് ചോദിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അത് അമ്മയുടെ സ്വകാര്യ പ്രശ്നമാണ്. ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കഴുത വണ്ടിയെ പോകുമ്പോൾ ഈ വിഷമമുണ്ട്. എങ്ങനെ ആൻറ്റിയോട് ചോദിക്കണം? ആൻറ്റിക്ക് 65 വയസ്സില്ലേ, എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ, എൻ്റെ കാര്യം എങ്ങനെ ആൻറ്റിയോട് പറയണത്? ആൻറ്റി എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം? ഇങ്ങനെ ഒരു രൂപവുമില്ല. ആഴത്തിനുമേ അന്ധകാരം വ്യാപിച്ചിരുന്നു, ഭൂമി രൂപരഹിതമായിരുന്നു. കണ്ട, ഇതാണ് അവസ്ഥ. പക്ഷേ പരിശുദ്ധാത്മാവ് അത് രൂപരഹിതമായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എംപവർ ചെയ്ത് വിട്ടിട്ട് പറയും, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ വാദോരാതെ പറയണ കേൾക്കാം. പരിശുദ്ധാത്മാവ് വരും, വരാതിരിക്കുന്ന കാര്യങ്ങൾ പറയും, അവൻ നിങ്ങളെ സാന്ത്വനപ്പെടുത്തും, സഹായകനായിരിക്കും. ഒന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുന്നത്. പരിശുദ്ധാത്മാവിന് ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല പ്രായോഗിക സൂത്രവാക്യം. കാര്യം അതിൻ്റെ അകത്ത് വിശ്വാസ ആവിഷ്കാരത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്, പ്രഖ്യാപനമുണ്ട്. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയോഗ പദ്ധതിയാണ്, സുവിശേഷ പദ്ധതി ഉടമ്പടി. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളെ പഠിപ്പിക്കും ഓരോ കാര്യങ്ങളും, എന്താണ് ചെയ്യേണ്ടത്, നാളെ എന്താ ചെയ്യേണ്ടത്, അവരോട് പോയി എന്താ സംസാരിക്കേണ്ടത്, ഇങ്ങനെ എല്ലാം ക്രമീകരിക്കും. അപ്പം നമുക്ക് അവർക്ക് പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവിൽ ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ ആത്മാവിനോട് സന്ധിക്കാനും പറ്റും. ഇപ്പം തന്നെ എന്നിട്ട് നമ്മളെ അതിൻ്റെ ഭാഗിക സത്യമല്ലാതെ പൂർണ്ണ സത്യത്തിലേക്ക് എല്ലാ വിഷയത്തിൻ്റെയും പൂർണ്ണതയിലേക്ക്. അപ്പോൾ 16:13 എടുത്തേ. യോഹന്നാൻ 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പം ഇങ്ങനെ ഓരോരോ ദൗത്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ എന്തെല്ലാം ദൗത്യങ്ങളുണ്ട് അതെല്ലാം ഈശോ പറഞ്ഞുകൊണ്ടേയിരിക്കും. തന്നെ ഡിപ്പാർച്ചർ സ്പീച്ചിലാണ് ഇതെല്ലാം വരുന്നത്. കർത്താവിൻ്റെ അവസാനത്തെ 6 മാസം ഇല്ലേ, ഈ ഭൂമിയിലുള്ളത് എൻ്റെ അവസാനത്തെ 6 മാസത്തിലാണ് ആത്മാവിനെക്കുറിച്ച് വല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും മലമൂടി തന്നെയായിരിക്കും, പലപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും. പ്രാർത്ഥിച്ചു വരുമ്പോൾ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ടേക്ക് സീരിയസ് അബൌട്ട് ദിസ് ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ഓരോ ഉടമ്പടി വാഗ്ദാനങ്ങൾ നിങ്ങൾ നിറവേറ്റുമ്പോഴും കർത്താവെ ഇത് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പരിഹാരങ്ങൾ വരും.
എന്താ മറിയത്തിൻ്റെ പ്രശ്നം എന്താ? മറിയത്തിന് രൂപമില്ല. ഇതെങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എങ്ങനെയാണ് അമ്മയോട് പറയണത്? ഇനി ഞാൻ തന്നെ പ്രഗ്നൻ്റ് ആണോ? ഈ മംഗളവാർത്തയിൽ എന്താ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഇവരെ നേരെ അമ്മയുടെ അനിയത്തിലേക്ക് ചർച്ചക്കാരിലേക്ക് വിടുന്നത്. അപ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എലിസബത്ത് ആദ്യം തന്നെ മറിയത്തെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഗർഭശിശുവിനെ തുള്ളിച്ചടിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, വന്ന് നിൽക്കുന്നത് ആരാണെന്ന് നോക്കിക്കേ, നിൻ്റെ പഴയ മേരിക്കുട്ടിയൊന്നുമല്ല. എന്താണ്? ഹീസ് ദ മദർ ഓഫ് ഗാഡ്. ഓ മൈ ഗോഡ്സ് മദർ, എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എലിസബത്ത് മുട്ടേ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് അപ്പം കർത്താവിൻ്റെ അമ്മയാണ് താനെന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയിപ്പിക്കുമ്പോൾ മറിയത്തിന് രൂപം ഉണ്ടാകും. രൂപവും ഭാവവും ഇല്ലാതെ പോയ ആളാണ്. ആത്മാവാണ് എല്ലാത്തിനും രൂപം ഉണ്ടാകുന്നത്. ഒരിക്കൽ ആത്മാവ് എലിസബത്തിലൂടെ എല്ലാ ആശങ്കകൾക്കും മറിയത്തിന് മറുപടി കൊടുക്കണം. കണ്ടില്ലേ എന്ത് രസമാണ്, എന്ത് മനോഹരമാണ്. അപ്പോഴാണ് അമ്മ ഒന്ന് ദീർഘനിശ്വാസം പറയും. അപ്പോഴാണ് ഒരു ആശ്വാസം വേണ്ടത് രൂപം കിട്ടിക്കഴിഞ്ഞപ്പോൾ. എന്താണ്? മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ്, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വയറേ പൊത്തും. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ആരാ പറഞ്ഞത്? കത്തോലിക്ക സഭയെ അല്ല. അവിടെയല്ലേ തെറ്റിയത്? ആരാ പറഞ്ഞത്? എലിസബത്താണോ പറഞ്ഞത്? അല്ല. ആരാണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ജപമാല ചിലർക്ക് ആക്സസറി ആയിരിക്കണത്? അവയവമല്ല, ആക്സസറി ആയിരിക്കണത്. കാര്യം മാതാവ് നിങ്ങൾക്ക് ആക്സസറി ആയതുകൊണ്ടാണ്. അഡീഷണൽ ഫിറ്റിങ്സ്. ആക്സസറി എന്ന് പറയുന്നത് എന്താണ്? കാറിൻ്റെ ആക്സസറി എന്താണ്? ആ വീലെ വെച്ചിട്ട് വീലിനകത്തൊരു കാറിൻ്റെ വീല് നമുക്ക് കിട്ടും അല്ലേ, കമ്പനിയിൽ നിന്ന് കിട്ടും. പിന്നെ അതിൻ്റെ ആ വീലിൻ്റെ അവിടെ വെച്ചിട്ട് വീൽ ഗാർഡില്ലേ, വീൽ ഗാർഡ് വെള്ളി നിറത്തി തിളങ്ങുന്ന സാധനം, അത് വിലക്ക് മേടിക്കുന്നതാണ്. അതിന് ആക്സസറി എന്ന് പറയുന്നത് അഡീഷണൽ ഫിറ്റിങ്സ്. മാതാവ് അഡീഷണൽ ഫിറ്റിങ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ജപമാലയും അഡീഷണൽ ഫിറ്റിങ്സ് ആയിരിക്കണത്. മാതാവ് അവയവത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ജപമാലയും അവയവമാണ്. ആധ്യാത്മികമായ വേദശാസ്ത്രങ്ങളിലെ മാതാവ് അവയവത്തിൻ്റെ ഭാഗമാണ്. മൈ ഗോഡ്സ് മദർ. അത് എലിസബത്ത് പറഞ്ഞതല്ല. പിന്നെ ആരാ പറഞ്ഞത്? പുത്രൻ തമ്പുരാൻ, പിതാവായ ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞ ത്രിക ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് ഹീസ് ഗോഡ്സ് മദർ. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിട്ട് തന്നെ പുതിയ നിയമം ആരംഭിക്കുകയാണ്. രൂപമില്ലാത്ത മനുഷ്യർ, ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നൊരു എത്തുപിടിയില്ലാത്ത മനുഷ്യരെ, തൻ്റെ ജീവിത പ്രശ്നങ്ങളോട് എന്ത് പരിഹാരം ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്ത ആ വരാൻ പോകുന്ന പ്രശ്നത്തെ പോലും യോഹന്നാൻ 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഇപ്പം ഒരു മിനിമം പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്നൊരു ദുരിതങ്ങളെ ഈ 16:14 അനുസരിച്ചുകൊണ്ട് അവൻ നമ്മളെ അറിയിക്കും. അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഉടമ്പടി എടുത്തൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ഞാൻ പറയും. ഒരിക്കൽ ഒരു ഡോക്ടറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മാതാവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആലപ്പുഴ കലവൂർ കൃപാസനത്തിലുള്ള ഉടമ്പടി. അപ്പോൾ ഡോക്ടർ ശാന്ത ജോർജ് ഇത് കേട്ടിട്ട്, അവർ ഗൈനക്കോളജിസ്റ്റാണ്, റിട്ടയറാണ്. അവരുടെ ഭർത്താവും പീഡിയാട്രിസ്റ്റാണ്, ഡോക്ടർ ജോർജ്. അപ്പോൾ അവർ കേട്ടതിന് ശേഷം ഈ ഡ്രൈവർ പറഞ്ഞു,
അപ്പോൾ മാതാവിനെ ഡ്രൈവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മാതാവിനെ കൂടെ കൂട്ടാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അർത്ഥസംഖ്യക്കിടയില്ലാതെ ഈ ഡ്രൈവർ ഡോക്ടറിനോട് പറയുകയാണ്, ഇപ്പോൾ മാതാവിനെ കൂടെ കൂട്ടാനൊരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് സഭയിൽ. എന്താണത്? അത് ഉടമ്പടിയാണ്. അപ്പോഴീ ഡോക്ടറിന് ഭയങ്കര സന്തോഷം. കാര്യം ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ ഒരു ഭക്തയായിട്ട് ജീവിച്ച ഒരാളാണ് ഡോക്ടർ. അപ്പോൾ മാതാവിനെ കൂടെ കൂടണ കാര്യം ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഡ്രൈവറിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാരണം ഇവൻ സാധാരണ സത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ അവനത് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോഴെന്താ, ഈ ഡോക്ടറും ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്, ഡ്രൈവറും ദൈവത്തിൻ്റെ കൃപ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാട്ടർ ലെവലെന്ന് പറയണത്. വാട്ടർ ലെവൽ നമ്മൾ വെക്കത്തില്ലേ? അപ്പോൾ വാട്ടർ ലെവലെന്ന് പറയണത് ഈ വാട്ടർ ലെവലിങ് കറക്റ്റാണെങ്കിൽ മാത്രമല്ല നമുക്ക് വീടൊക്കെ ചരിയാതെ വെക്കാൻ പറ്റത്തുള്ളൂ. ഈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നവരോടെല്ലാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്ക 2:38. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതാണ് വാട്ടർ ലെവൽ എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഡ്രൈവറിനൊരു വാട്ടർ ലെവലുണ്ട്, ഡോക്ടർ ശാന്ത ജോർജിനൊരു വാട്ടർ ലെവലുണ്ട്. എന്താണ്? ഇവർ രണ്ടുപേരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. അപ്പം കർത്താവിനെ മാതാവിനെ കൂടെ കൂട്ടാമെന്ന് കേട്ടപ്പോൾ ഡോക്ടറിന് സന്തോഷമായി. ഡോക്ടർ ജോർജിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വെൽ സെറ്റിൽഡ് ഫാമിലി ആയി കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇവർ ആ ഉദ്ദേശത്തിലല്ല പറയണത്. എനിക്ക് പ്രത്യേകിച്ച് ഭൗതികമായ ഒരു നേട്ടത്തിന് ആവശ്യം. എൻ്റെ 2 മക്കളും ഡോക്ടർമാരാണ്, 2 പേർക്കും ജോലിയുണ്ട്. ഒരാൾ ആലപ്പുഴയാണ് വർക്ക് ചെയ്യണത്, ഞങ്ങൾ 2 റിട്ടയർഡ്, ഞങ്ങൾക്ക് പെൻഷനുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, ആ ആവശ്യത്തിന് ആരോഗ്യമുണ്ട്. പക്ഷേ മാതാവിനെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു കുറവായിട്ട് തോന്നി. കാരണം ഇത്രയും നാൾ ഇങ്ങനെ എല്ലാം ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടും ഇപ്പോഴും എനിക്കൊരു കുറവുണ്ടല്ലോ. എന്താണ്? മാതാവിനെ കൂടെ കൂട്ടാത്ത കുറവ്. അതാണ് സംഭവം. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അവർ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്തിട്ട് അവർ ഒന്നേ പറഞ്ഞുള്ളൂ, അമ്മയെ കൂടെ വരണമേ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അമ്മയെ കൂടെ വരണമേ. അത് സത്യസന്ധമാകണ കാരണം പിന്നെ എന്താ സംഭവിക്കണത്? അതായത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾക്കറിയാമല്ലോ 16-14 എന്താ പറയണത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അമ്മ എന്തിനാണ് ഇവിടെ കൂടെ പോയത്? പിറ്റേ ദിവസം ഭർത്താവിന് ഹാർട്ട് അറ്റാക്കായി. അമ്മയ്ക്കത് അറിയാമായിരുന്നു, എന്തോ വിപത്ത് സംഭവിക്കാൻ പോകണമെന്നുള്ളതിനെക്കുറിച്ച്. അമ്മ കൃപാസനത്തിൽ വന്ന് അതല്ലേ പറഞ്ഞത്, ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം, വരാനിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരന്തം ഉണ്ടാകാൻ പോകണമെങ്കിൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി അമ്മ നേരിട്ടെടുത്തതാണ് ഉടമ്പടി. കൈയടിക്കട്ടെ. ഞങ്ങളുടെ ദുരന്ത മുഖങ്ങളിലേക്ക് സഞ്ചരിച്ചെത്തുന്ന സാന്നിധ്യത്തിന്, സ്നേഹത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് എല്ലാം ഉണ്ടായാലും ദൈവം പറയും നിനക്കൊരു കുറവുണ്ട്. എന്താ കാര്യം? വരാൻ പോകുന്ന ദുരിതങ്ങളെ കണ്ടുപിടിക്കാനുള്ള കാര്യം നിനക്ക് ഇല്ല. അതിനെന്ത് ചെയ്യണം? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവണം. അതാണ് വിഷയം. അപ്പോൾ ഈ കുടുംബത്തിന് വലിയൊരു വിപത്തുണ്ടാകാൻ പോകണമെന്ന് കണ്ടപ്പോൾ തന്നെ ഈ ഡ്രൈവറിലൂടെ, പിന്നെ ആ ഡ്രൈവറാണ് അതിന് ഉപയോഗപ്പെട്ടത്. ഡ്രൈവറിലൂടെ പറഞ്ഞു, എന്നോട് നീ വന്ന് അവരോടൊന്ന് ഉടമ്പെടുക്കാൻ എനിക്ക് അവരുടെ ഭവനത്തിൽ ചെല്ലണം, അവരെ ഈ വിഷയത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കണം. അപ്പോൾ ദൈവം എന്ത് കരുതലാണെന്ന് നോക്കി. ഇതോടുകൂടി ഈ ഡോക്ടറിൻ്റെ അതായത് 3 ഞരമ്പുകളാണ് ഡാമേജ് ആയിരിക്കുന്നത്. പൈസണ്ടേ ഹൃദയത്തിൻ്റെ 3 ഞരമ്പുകൾ ഡാമേജായി. ഇത് അറ്റാക്ക് കഴിഞ്ഞ് കൊണ്ടുപോയി ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ ആരും ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറല്ല. ആരും. എന്താ കാര്യം? ഓപ്പറേഷൻ ചെയ്താൽ വേറെ ഞരമ്പ് 3 അവിടെ വെച്ച് കൊടുക്കാൻ ഈ ശരീരം ഈ ഏജിൽ താങ്ങത്തില്ല. അപ്പോൾ ഡോക്ടറായത് കാരണം അദ്ദേഹത്തിനും അതറിയാം, മകനും ഡോക്ടറാണ്. അപ്പോൾ അവർ പറഞ്ഞ്
എനിക്ക് മരുന്ന് കിട്ടിയാൽ മതി, ഞാൻ മരുന്ന് കഴിച്ച് ഇനി കുറച്ച് നാൾ ഓപ്പറേഷനൊന്നും ഇല്ലാതെ മരുന്ന് കഴിച്ച് ദൈവം ആയുസ് തന്നത്തിനേക്കാളും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് 78 വയസ്സുണ്ട്. അതാണ് പ്രശ്നം. 78 വയസ്സ് ആരും ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ, ഡോക്ടർ തന്നെ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് മരുന്ന് മതി എന്ന് പറഞ്ഞ്. പക്ഷേ പിന്നീട് ഈ മാതാവിൻ്റെ ഒരു ചൈതന്യം കുടുംബത്തിൽ വന്നപ്പോൾ ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഡോക്ടർമാർ അവർക്ക് കിട്ടി. ഈ ഓപ്പറേഷൻ വേണ്ടി റിസ്ക് എടുക്കാൻ പറ്റിയ ഡോക്ടർമാരെ കിട്ടി. ഈ 78 വയസ്സുള്ള ആളുടെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തി. പക്ഷേ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഇവരെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ICU വാർഡിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുവന്ന് മുറിയിലോട്ട് കൊണ്ടുവരുമ്പോഴും ആ മറ്റേ അപ്പാരറ്റസ് എല്ലാം മെഷീൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ പൾസ് റേറ്റ്, ഹാർട്ട് സൈസൊക്കെ നോക്കുന്ന പ്രഷർ റേറ്റ്, എല്ലാ മെഷീൻസും കടുപ്പിച്ചപ്പോൾ എല്ലാം നോർമലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് നോർമലാണല്ലോ, ഇനി മെഷീൻസ് എല്ലാം ഊരാവെന്ന് പറഞ്ഞ് രോഗി സുഖമായി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ലേഡി ഡോക്ടർ അവരും പറഞ്ഞു, അവരും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ ഊരി മാറ്റിയിട്ട്, മെഷീനൊക്കെ ഊരി മാറ്റിയിട്ട്, കണക്ഷനൊക്കെ ഊരി മാറ്റിയിട്ട് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ നേഴ്സ് വന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് അലറിപ്പോയി. എന്താ കാര്യം? ഇതെല്ലാം ഹാർട്ട് റേറ്റ് കൂട്ടി അത് 126 അത് മരിക്കണ സമയത്തേക്ക് മാറി. അപ്പോൾ അടുത്ത സെക്കൻഡ് മരിക്കും. ഡോക്ടർമാരെല്ലാം വിളിച്ച് അലറിപ്പാഞ്ഞ് ഇവിടെ വന്ന്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മെഷീൻസ് എല്ലാം കടുപ്പിച്ചപ്പോഴും ഇങ്ങനെ 126 നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, കോവിഡ് കാലത്ത് നമുക്കറിയാം 92, 98 എന്ന് പറയുമ്പോൾ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങും. ഇപ്പം 126 നിൽക്കുക ഹാർട്ട് റേറ്റ്. ഇപ്പം എല്ലാം തീർന്നു, ആൾ പോയെന്ന് വിചാരിച്ചു. അപ്പോഴുടനെ ഈ ലേഡി ഡോക്ടർ മകൻ ഡോക്ടറിനോട് പറഞ്ഞ്, നീ വേഗം ആ ഓൺലൈൻ ഉടമ്പടി എനിക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഓൺലൈൻ ഉടമ്പടി അമ്മയോട് പെട്ടെന്ന് എനിക്ക് ഈ വിഷയം പറയണം, എനിക്ക് ഓൺലൈൻ ഉടമ്പടി കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഉടനെ ഈ മകൻ എഴുതിയിട്ട് ഓൺലൈൻ ഉടമ്പടി കണക്ട് ചെയ്ത് എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എന്നടിച്ച് അതിൻ്റെ അകത്ത് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എന്നടിച്ച് സെൻഡ് ചെയ്ത് നോക്കിയപ്പോഴുണ്ട് 92. ആ സെക്കൻഡ് നോക്കി അതിൻ്റെ പൊക്കമുണ്ടല്ലോ 92 സെക്കൻഡാണ്. അപ്പോൾ എന്നെ ഒത്തിരി പേര് തിരുത്തിയിട്ടുണ്ട് പണ്ട്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയരുത്, അതൊരു ബിസിനസ് ട്രിക്കായിട്ട് തോന്നത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞ് ബിസിനസ്സായിട്ട് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഇത് വെളിപാടാണ്. എനിക്ക് ആദ്യം തന്നത് ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ്. കാര്യം നമ്മളുടെ പത്രത്തിൻ്റെ ആദ്യ പേജിലുള്ളതെല്ലാം ഉടനടി പരിഹാരമുള്ള സംഭവങ്ങളാണ് ഉള്ളത്. ഇനി ഇത് ഈ ശാന്ത ജോർജ് അടുത്ത സെക്ഷൻ പറയണം. ഇപ്പോൾ ആ ഡോക്ടർ ആരോഗ്യത്തോടെ വന്നാണ്, ഡോക്ടർ തന്നെയാണ് ആ സാക്ഷിയോടെ പറഞ്ഞിരിക്കണത്, ഡോക്ടർ ജോർജ്. പക്ഷേ അതല്ല, അതിനുശേഷം അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടായി. ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അമ്മ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഉറപ്പുള്ള സാക്ഷിയായിട്ട് വരുന്നത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. കാര്യം വാഗ്ദാനത്തിലുള്ളതാണ്. എന്താണ് വാഗ്ദാനം? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രഭാഷകൻ 36:8. പ്രഭാഷകൻ 36:8. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അപ്പോൾ വാഗ്ദാനമാണ് കാലത്തെ ടൈം ഷോർട്ട് ചെയ്യുക എന്നുള്ളത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ അവിടെ 126 ഹാർട്ട് റേറ്റ് നോർമലിലേക്ക് വരും. അത് വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ, ടൈം ഷോർട്ട് ചെയ്യണമേ എന്നാണ്. അല്ല പിറ്റേ ദിവസമല്ല നോർമലാകണത്, പിറ്റേ ദിവസമല്ല, ആ സെക്കൻഡിൽ തന്നെയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, പിതാവേ നന്ദി, പിതാവേ മഹത്വം. ഇപ്പോഴും നമുക്കെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ട്.
കാര്യം എന്താ, പല ആൾക്കാർക്കും ഭാരമാണ്. കാര്യം കൃപാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങൾ അമ്മ ചെയ്യുമ്പോൾ അതിൻ്റെ അടയാളം കിട്ടിക്കൊണ്ട് ജനം കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസഫ് ദാസൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ, ഒരു ആധ്യാത്മികമായ ശുശ്രൂഷകനാണ്. അദ്ദേഹം ഈ റാലി കഴിഞ്ഞപ്പോഴേ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് FFDയിൽ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞത്, 3 ലക്ഷക്കണക്കിന് മനുഷ്യർ കടപ്പുറത്ത് നിൽക്കുന്ന ഞാൻ ആ മനുഷ്യരെ ഇങ്ങനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. എന്താണ്? അതൊരു ജനക്കൂട്ടമല്ല, മറിച്ച് ദൈവവുമായിട്ട് ഉടമ്പടി എടുത്തവരെ, വിശുദ്ധരായിട്ടുള്ള മനുഷ്യരെ, അതുപോലെ തന്നെ കത്തോലിക്കരാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ കുമ്പസാരിച്ചവർ, നല്ല കൗതാശികമായ ജീവിതം അനുഷ്ഠിക്കുന്നവർ, കത്തോലിക്കരല്ലാത്തവരാണെങ്കിൽ അക്രൈസ്തവരാണെങ്കിൽ പോലും വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് കടപ്പുറത്ത് കണ്ടതെന്ന്. അത് സാധാരണ ജനക്കൂട്ടമല്ല, ദൈവത്തിൻ്റെ ജനമാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യനെ പുറത്തു നിന്ന് നോക്കുന്നൊരു മനുഷ്യന്, അത് അദ്ദേഹം വിദേശത്തു നിന്നാണ് ഈ റാലി പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ അസസ്മെൻ്റ് കണ്ടില്ലേ? ഇവിടുത്തെ വിശുദ്ധരായ അവൈദികരായിട്ട് അൽമേരുടെ പോലും നിലപാട് ഇതാണെങ്കിലും ചില അച്ഛന്മാർക്ക് ഇപ്പോഴും കുത്തിത്തിരിപ്പുണ്ട്. ഇത് കച്ചവടമാണ്, പത്രം കൊടുത്തു വിടുന്നു, പത്രം വിതരണം ചെയ്യുന്നു, ഇത് പണമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. വാട്ട് വി ഹാവ് ഡൂയിങ്? നിങ്ങൾക്കറിയാമല്ലോ, 12 ലക്ഷത്തോളം രൂപ ഈ റാലിക്ക് നമുക്ക് ചിലവാണ്. ഞാൻ നിങ്ങളുടെ കാശ് ചോദിച്ചാൽ ഒരു പൈസ ചോദിച്ചില്ല. എന്തെങ്കിലും കാലത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പിരിവ് ഇതിൻ്റെ പേര് നടന്നോ? ഇല്ല. 1.5 ലക്ഷം ബണ്ണ് നമ്മൾ തന്നെ കൊടുത്തു, 30,000-ഓളം വെള്ളക്കുപ്പികൾ നമ്മൾ തന്നെ കൊടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ ഈ 1.5 ലക്ഷം പേർക്ക് നമ്മൾ കാപ്പി തിളപ്പിച്ച് കൊടുത്തു. 1.5 ലക്ഷം പേർക്കും. ജനങ്ങൾ കൊടുത്തത് വേറെ, ലക്ഷക്കണക്കിന് ആഹാര സാധനം വെള്ളവും പുറമേ കിട്ടി, വഴികളിൽ നിന്ന് കിട്ടി. പക്ഷെ നമ്മൾ അച്ഛൻ വിളിച്ചതുകൊണ്ട്, നമ്മുടെ കൃപാസനം വിളിച്ചതുകൊണ്ട് മാതാവിൻ്റെ പേരിൽ നിങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ സന്ധിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് പന്തലൊക്കെ ഇട്ട് 20 പന്തലിട്ട് അലക്ഷൻ അപ്പു അച്ഛനും അതുപോലെ തന്നെ സണ്ണി ബ്രദറ്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എഡ്വേർഡ് ബ്രദർ, പിന്നെ നമ്മുടെ വളണ്ടിയർ ക്യാപ്റ്റനായിട്ടുള്ള റോബർട്ട് ബ്രദറ്, അങ്ങനെ എത്രയോ പേരാണ് ഇതിൻ്റെ പിന്നിൽ യോമോളൊക്കെ പ്രാർത്ഥിക്കുകയും സിസ്റ്റർമാർ, ഇവിടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നിരന്തരമായിട്ട്, തങ്കച്ചേടൻ, ഇങ്ങനെ എല്ലാവരും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് അതിമനോഹരമായിട്ട് ഒരു കരട് പോലും വീഴാതെ. പിന്നെ ചെറിയ ഞാൻ അവിടെ സമരത്തിന് പോയപ്പോൾ ഇവിടെ മുനമ്പത്ത് ഞാൻ സമരത്തിന് പോയ ദിവസം അവിടെയുള്ളവർ, സമരപ്പാട്ടിൽ നിന്നവർ എന്നോട് പറഞ്ഞു, വെച്ചാൽ അർത്തിങ്കെ പള്ളി വന്നപ്പോൾ ഇത്തിരി ഭയങ്കര ഗുഡൂസ് വഴിയിൽ വന്നു, അപ്പോൾ എനിക്കിത്തിരി ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ അവരോട് പറഞ്ഞു, അടുത്ത കൊല്ലം നമുക്ക് വിശാലമായ കടപ്പുറത്തുകൂടി തന്നെ പോകാം, ഒരു പ്രശ്നവുമില്ല, ഒരു ഗുഡൂസിലും കയറത്തില്ല, നല്ല ഓക്സിജൻ കിട്ടി നല്ല ഭംഗിയായിട്ട് പോകാം. കാര്യം അത് ഒരു മിസ്റ്റേക്കല്ല, നമ്മൾ തണൽ നോക്കി ആൾക്കാർക്ക് തണുപ്പ് നോക്കി പോയതാണ് വെയിലിൽ നിന്ന്. അപ്പോൾ ഇത്തിരി ഗുഡൂസായിപ്പോയി. ഒരു മിസ്റ്റേക്കല്ല, ഒരു കുഴപ്പമില്ലാതെ മാതാവ് നമ്മളെ കൂടെ കൊണ്ടുപോകുന്നു. എല്ലാവരും ആസ്ട്രേലിയയിലൊക്കെ 12 പേരാ ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞവരെ, അവർ ഇത് ഫ്ലൈറ്റ് എടുത്ത് വന്നിരിക്കണത്. അപ്പോൾ ലോകം മുഴുവനുള്ള ആൾക്കാർ ഈ ദിവസം എല്ലാ കൊല്ലവും നിങ്ങൾ ഓർത്തേക്കണം, ഒക്ടോബർ മാസം അവസാനത്തെ ശനിയാഴ്ചയാണ് ഡേറ്റ്. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഉള്ളവരും ട്രെയിനുള്ളവരൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് പൈസ കുറച്ച് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ കാര്യം ഈ സംഭവം അച്ഛനില്ലെങ്കിലും, അച്ഛൻ ചത്തുപോയാലും, കർത്താവ് വിളിച്ചാലും ഇത് മാതാവിൻ്റെ ജോലി നടക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവികമായൊരു പദ്ധതിയാണ്. ദൈവികമായ പദ്ധതിയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ദൈവിക പദ്ധതിക്കെതിരെ സഭയുടെ അകത്ത് നിന്ന് ഒരു പറ്റം വൈദികർ പല കാലങ്ങളിൽ എന്നെ ഈ ശുശ്രൂഷയെ ആക്രമിച്ചിട്ടുണ്ട്, ഇന്നും ആക്രമിക്കുന്നുണ്ട്. അവർ അധികാര സ്ഥാനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ഇതിനെങ്ങനെയാണ് ടോർപ്പേഡ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥനാ ജാഗ്രത. നിങ്ങൾ കൃപാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുക, ജോമാരെ ദൈവികമായ പദ്ധതി മനുഷ്യൻ്റെ ബുദ്ധിമോശമായ തീരുമാനത്താൽ അട്ടിമറിച്ചുകൊണ്ട് സാത്താനെ വലിയ ഒരു സമ്മാനമായി ഇത് മാറാൻ പറ്റാത്ത
മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഇടിമുഴക്കുമ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കൃപാസനമെന്ന ദൈവിക സംവിധാനത്തെ തകർക്കുന്ന സഭയ്ക്കകത്തും പുറത്തുമുള്ള എല്ലാ പൈശാചിക ശക്തികളെയും അമ്മയുടെ കാൽക്കീഴിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരാൻ പോകുന്ന കാര്യങ്ങള് ഇപ്പൊ തന്നെ പെട്ടെന്ന് ഈ ഡോക്ടറിന്റെ മകന് ഒരു ദുർബുദ്ധി തോന്നി. പക്ഷേ ദുർബുദ്ധിയല്ല, ഈ ആലപ്പുഴയൊക്കെ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം ഡോക്ടർ ആ ജോലി കിട്ടിയതാണ്, ശരിക്കും ദൈവം കൊടുത്തതാണ്. PSC എഴുതി കിട്ടിയ ജോലിയാണ്, അത് ഈ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ അമ്മയുടെ പ്രാർത്ഥന, ഡോക്ടറിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ജോലി കിട്ടിയത്. പക്ഷേ രോഗികൾ താങ്ങാനാവാത്ത രോഗികളാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ജോലി കുറച്ച് ചെയ്തപ്പോൾ രാജിവെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് അവിടുത്തെ നമ്മുടെ മലയാളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവിടുത്തെ സർവീസൊക്കെ എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവിടെ പേഴ്സണൽ ടൈമുണ്ട്, പ്രൈവറ്റ് ടൈമുണ്ട്, ഡ്യൂട്ടി ടൈമുണ്ട്. ഡ്യൂട്ടി ടൈം 8 മണിക്കൂറാണ്. ബാക്കിയൊന്നും എക്സ്ട്രാ വർക്കൊന്നും ചെയ്യത്തില്ല. ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അതുകൊണ്ട് ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കുന്നതാണ് നല്ലത്. എനിക്കും തോന്നി, യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ എനിക്കും തോന്നി അതാണ്. ഈ ഇന്ത്യ എന്തൊരു മനോഹരമാണെന്ന്. നിങ്ങൾ കെട്ടിയെടുത്ത് പെറുക്കി അവിടെ പോകുന്നു, ഒക്കെ പോട്ടെ, ഓണർ പോട്ടെ. അവിടെ കടങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർ പോണത്, അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, ഞാൻ അവരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ എന്നാലും നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ എവിടെ പോയാലും നമ്മുടെ രാജ്യത്തോളം മനോഹരമായ ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. എന്താ കാര്യം? അത്രയ്ക്ക് മനുഷ്യപ്പറ്റും. ഇപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ കൂടെ പല ഡോക്ടർ ഇവിടെയൊക്കെ ഡോക്ടറാകണമെങ്കിലുണ്ടല്ലോ ഒരു ദൈവികമായ ചൈതന്യം വേണം. കാര്യം നല്ല ഇടിയാണ് പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ശരിക്കും ഭയങ്കര ടയേർഡായി പോകും. അപ്പോൾ ഇവർക്ക് അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവരത് രാജിവെച്ച് പോകും. പക്ഷെ പിന്നെ ജോലി കിട്ടിയില്ല. പിന്നെ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി അമ്മയോട് ഒന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് ആ രാജിവെച്ച ജോലി തിരിച്ച് മേടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആരോടാണ്? ഡോക്ടറിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്. എന്താ കാര്യം? അമ്മയ്ക്ക് മാതാവുമായിട്ട് പിടിയുണ്ട്. അതാണല്ലോ ഒരു ഒന്നൊന്നര പിടിയാണ്. അതുകൊണ്ട് അമ്മ അപ്പനും കൂടി ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞ ജോലി 6 മാസം മുമ്പ് രാജിവെച്ചതാണ്. ഈ ജോലി തിരിച്ച് അപ്പം ചോദിച്ചു, എന്തും മണ്ടാൻ ഡോക്ടറായിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. അപ്പോൾ അതൊക്കെ എല്ലാം ക്യാൻസലായി പോയിട്ടില്ലേ? എന്നാലും വൈഫ് പറഞ്ഞ് ഒന്ന് വിളിച്ച് നോക്ക്, മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതാണ് പക്ഷേ വിളിച്ച് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ലാസ്റ്റ് ക്യാൻസൽ ടൈമാണ്. ഗവൺമെൻറ്റിലേക്ക്, അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊസീജിയറെല്ലാം മാറ്റി കഴിഞ്ഞോ ഗവൺമെൻറ്റിലേക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വിടാൻ പോകുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഈ ഡോക്ടർ വിളിക്കണത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയും, എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്തത്, ഞാനിപ്പോൾ ഇത് വിടാൻ പോവുകയായിരുന്നു. ഒരു മെയിൽ കണ്ട് വിടാൻ പറഞ്ഞു, റീജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മെയിൽ വിടാൻ പറഞ്ഞു. അപ്പം തന്നെ മൊബൈലിലൊരു മെയിൽ വിട്ട് പിറ്റേ ദിവസം തന്നെ അപ്പോയിൻമെൻ്റായി, തിരിച്ച് അപ്പോയിൻമെൻ്റായി. അതായത് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞു, ഞാൻ ഭയങ്കര മുൻകോപിയായിരുന്നു, ഇപ്പം ഞാൻ കോപിക്കണില്ല. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ കോപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പം ഞാൻ കോപം നിർത്തി, ഇപ്പം ഞാൻ ശാന്തമായി. എന്താണ്? അപ്പം ഞാനോട്, ദൈവമേ, ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് വചനം സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് ജീവിത വിശുദ്ധി നേടാൻ കണ്ടില്ലേ? യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ കോപിക്കത്തില്ലെന്ന്, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അപ്പം മനുഷ്യൻ വിശുദ്ധിയിലൂടെ വളരാൻ അവൻ സ്വയമായി വചനം വ്യാഖ്യാനിച്ച് വിശുദ്ധി നിലനിൽക്കാൻ വേണ്ടി ദൈവം സഹായിക്കുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന സിംഗിൾ റീസണാണ്. ഉടമ്പടി ജീവിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ കൂടെ യേശുവിൻ്റെ അമ്മയുണ്ടാകുന്ന ബോധ്യം വിശുദ്ധി ജീവിക്കാനും
എല്ലാത്തിനും അതിജീവിത വിശ്വാസത്തിൻ്റെ വക്താക്കളാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുട്ട നിൽക്കുക. ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് ശരീരം മുഴുവനായി ദൈവത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ നമുക്ക് ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൽ നിന്റെ തിരുമുറുപാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുഗ്രഹപ്പെട്ട വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവ് എല്ലാ ഞാടിഞ്ഞരമ്പുകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിന് ശക്തി പടരട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാർഗരോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, ജീവിത ഭാരങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദുരിതങ്ങളും മാറിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിലും ആരാധനയിലും ഉടമ്പടിയിലും നിങ്ങളോട് ആയിരിക്കുന്ന യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലെ മധ്യസ്ഥം വഹിക്കട്ടെ. ഓൺലൈനിലുള്ളവരും ഇപ്പോഴും മൗനമായിട്ട് നിയോഗങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ശിരസ് നമിച്ച് സമാപനാശീർവാദം മേടിക്കുക. ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. രൂപരഹിതമായ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ, നിന്റെ ആത്മാവ് പ്രവർത്തിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ട് കാലത്തെ ത്വരിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം കൃപാസനം അൾത്താരയിൽ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ലൈറ്റേക്ക് ആൻഡ് പെയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ഒത്തിരി പേരത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഡോക്ടർ ശാന്ത ജോർജിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? അവർ രക്ഷിച്ചത് ഓൺലൈൻ ഉടമ്പടിയാണ്. പെട്ടെന്നൊരു വിഷയമുണ്ട്, ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണെങ്കിലും പെട്ടെന്നൊരു വിഷയം ഉണ്ടായാൽ ഓൺലൈൻ ഉടമ്പടി പെട്ടെന്ന് നിങ്ങളെ സഹായിക്കും.
കാര്യം നിങ്ങളെന്താണ്, അത് ഉടമ്പടിയാണ്. ഉടമ്പടി എന്നുള്ള ആ കോൺസെപ്റ്റ് തന്നെ ബിബ്ലിക്കലായിട്ട് സിങ്കാകുന്നതും അതിൽ ദൈവം കൺകറൻസ് ചെയ്ത് സൈൻ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുതന്നെയാണ് പ്ലേറ്റക്കാൻ്റെ പെരക്കസിൽ വേറെ രീതി വരണത്. അപ്പം അത് നിങ്ങൾ പറ്റുന്ന സമയങ്ങളെല്ലാം സന്ദർഭം വെച്ച് നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന സമയങ്ങൾ അത് ഉപയോഗിക്കാൻ നോക്കുക. നമുക്ക് 16 ഭാഷയിൽ കൃപാസനം പത്രമുണ്ട്, 16 ഭാഷയിൽ. അപ്പോൾ സുവിശേഷം അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. അപ്പം അതെല്ലാം നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം വിവേകപൂർവ്വമാണ് ചെയ്യേണ്ടത്. ആരെയും മതം മാറ്റാനോ നിർബന്ധപൂർവ്വം വിശ്വാസം അടിച്ചേൽപ്പിക്കാനെന്നുള്ളതല്ല. നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവത്തെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് പറയാനുള്ള അധികാരം അവകാശമൊക്കെ നമുക്ക് ഭരണഘടന തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ വിശ്വാസം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഉടമ്പടി ഒരു സാക്ഷ്യ ജീവിതത്തിനേക്കാൾ ഉപരി ഉടമ്പടി സാന്നിധ്യത്തിന്, സാക്ഷ്യത്തിന് സാന്നിധ്യം, അതാണ് നമ്മുടെ ആപ്തവാക്യം. ഉടമ്പടി ദൈവസാക്ഷ്യത്തിന് സാന്നിധ്യത്തിന്, ഉടമ്പടി സുവിശേഷ സാക്ഷ്യത്തിന് ദൈവ സാന്നിധ്യത്തിന്. ഒന്ന് പറഞ്ഞ്, ഉടമ്പടി സുവിശേഷ സാക്ഷ്യത്തിന് ദൈവ സാന്നിധ്യത്തിന്. കർത്താവ് എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. പ്രൈസ് ദി ലോർഡ്.